നമസ്കാരം. പ്രൈം ഡിബേറ്റ് ആരംഭിക്കുകയാണ്. മരിച്ചപ്പോൾ വി എസിന്റെ അപദാനങ്ങൾ ഏറ്റുപാടുന്നവർ ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തെ അപമാനിച്ചു. യഥാർത്ഥ വി എസ് സ്നേഹികൾ എല്ലാം തുറന്നു പറയുമ്പോൾ പുറത്തുവരുന്നത് വി എസിന്റെ ജനപ്രീതി മാത്രം ഉപയോഗിച്ച് വളർന്ന ഒരു പാർട്ടിയുടെയും കുറെ നേതാക്കളുടെയും ഉൾച്ചരിതമാണോ? തിരുവനന്തപുരം സമ്മേളനത്തിലെ യുവനേതാവിന്റെ ക്യാപിറ്റൽ പണിഷ്മെന്റ് പ്രയോഗം പിരപ്പൻകോട് മുരളി എന്ന മുൻ സംസ്ഥാന സമിതി അംഗം പറഞ്ഞപ്പോൾ വി എസ് സ്നേഹികളെ ഞെട്ടിച്ചത് ഡയസിലുണ്ടായിരുന്ന പാർട്ടി നേതാക്കൾ എല്ലാവരും അത് ആസ്വദിക്കുകയായിരുന്നു എന്ന വെളിപ്പെടുത്തലാണ്. ഇപ്പോൾ ഇതാ ആലപ്പുഴ സമ്മേളനത്തിലും ജനപ്രിയ നേതാവിനുണ്ടായ അപമാനം പുറത്തുവരികയാണ്. ഒരു കാലത്ത് വി എസിന്റെ വിശ്വസ്തനായിരുന്ന സുരേഷ് കുറുപ്പാണ് ആലപ്പുഴ സമ്മേളനത്തിൽ അദ്ദേഹം നേരിട്ട അപമാനം തുറന്നു പറയുന്നത്. തന്റെ കൊച്ചുമകളുടെ പ്രായമുള്ള ഒരു പെൺകുട്ടി വി എസിന് ക്യാപിറ്റൽ പണിഷ്മെന്റ് വേണമെന്ന് പറഞ്ഞു. അധിക്ഷേപം സഹിക്കാനാവാതെ വേദനയോടെ വി എസ് വേദി വിട്ടുപോയി. ഇങ്ങനെ തുടരുന്നു സുരേഷ് കുറുപ്പിന്റെ ലേഖനം. 22 മണിക്കൂർ നീണ്ട വിലാപയാത്രയിൽ വി എസിനോടുള്ള കേരളത്തിന്റെ സ്നേഹം നമ്മൾ കണ്ടതാണ്. ആർത്തലച്ചെത്തിയ ജനം കണ്ണേ കരളെ എന്ന് ആവർത്തിച്ചത് നമ്മൾ കേട്ടതാണ്. വി എസിന്റെ ജനപ്രിയത വോട്ടാക്കി അധികാരമുറപ്പിച്ച പാർട്ടിയാണ്. ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തെ ഇത്തരത്തിൽ അപമാനിച്ചിട്ടുണ്ടെങ്കിൽ, അത് ഒപ്പമിരുന്നവർ ആസ്വദിച്ചിട്ടുണ്ടെങ്കിൽ, അപമാനിച്ചവർ ഇപ്പോൾ പാർട്ടി കമ്മിറ്റികൾ ഉണ്ടെങ്കിൽ, മരിച്ചപ്പോൾ നൽകിയ ആദരത്തിനും അവദാനത്തിനും എന്തർത്ഥമാണുള്ളത്? പ്രൈം ഡിബേറ്റ് പരിശോധിക്കുന്നു. സ്വാഗതം. രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ശ്രീജിത്ത് പണിക്കർ, ശ്രീ കെ എം ഷാജഹാൻ രാഷ്ട്രീയ നിരീക്ഷകൻ, NM പിയേഴ്സൺ, ഒപ്പം ഡോക്ടർ ബി ജയരാജ് ഇട നിരീക്ഷകർ എന്നിവർ ഈ ചർച്ചയുടെ ഭാഗമാകുന്നു. ശ്രീ ഷാജഹാൻ, ആലപ്പുഴ സമ്മേളനം, ഞാൻ വന്ന് ഏഷ്യാനെറ്റിന്റെ പ്രതിനിധിയായി ആ സമ്മേളനം റിപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നു. വളരെ അപ്രതീക്ഷിതമായാണ് വി എസ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന സാഹചര്യം. ആലപ്പുഴയിലെ വേലിക്കകത്തെ വീട്ടിലേക്ക് അദ്ദേഹം പോകുന്നു. അതിനുശേഷം തിരുവനന്തപുരത്തേക്ക് മടങ്ങുകയാണ്. അതൊക്കെ ചരിത്രമാണ്. അന്ന് പലവിധ കാരണങ്ങൾ നമുക്കറിയാം. സമ്മേളന തുടക്കം മുതൽ തന്നെ വി എസിനെ അപമാനിക്കുന്ന, വി എസിനെതിരായ ഒരുപാട് പരാമർശങ്ങൾ നേതാക്കളുടെ ഇടയിൽ നിന്നുണ്ടായിരുന്നു. വാർത്താ സമ്മേളനങ്ങളിൽ പോലും വി എസിനെതിരെ പല കാര്യങ്ങളും പറഞ്ഞു വെച്ചു. ഒരുപക്ഷെ നമ്മളൊക്കെ അന്ന് വിചാരിച്ചത് അതൊക്കെ ആയിരിക്കാം അതിനുള്ള കാരണമെന്നാണ്. ഇപ്പോൾ ഇതാ ഒരു കൊച്ചുമകളുടെ പ്രായമുള്ള ഒരു വനിതാ പ്രതിനിധി അവിടെ ഇങ്ങനെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നു. ക്യാപിറ്റൽ പണിഷ്മെന്റ് വേണമെന്ന് പറയുന്നു എന്നൊക്കെ തുടർന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട വി എസിന് അടുപ്പമുള്ള സുരേഷ് കുറുപ്പാണ്. എങ്ങനെ കാണണം ഇത്? ഈ പറഞ്ഞതുപോലെ അത്തരമൊരു വേദന എല്ലാത്തിനെയും കാരുണ്യമിന്റെ കരുത്തോട് നേരിടുന്ന വി എസിന് സഹിക്കാവുന്നതിനപ്പുറമായതിന്റെ പശ്ചാത്തലത്തിലായിരുന്നോ ആ ഇറങ്ങിപ്പോക്ക്? രഞ്ജിത്ത്, ഇത് വളരെ ക്ലിയർ അല്ലേ? ഇത് വളരെ ഇതിനി എന്താണ് സംശയം ഇതിനകത്ത് ഉണ്ടാവേണ്ടത്? എനിക്കതാണ് മനസ്സിലാവാത്തത്. വി എസ് അച്യുതാനന്ദൻ എന്ന് പറഞ്ഞ മനുഷ്യൻ 1940 മറ്റോ പാർട്ടിയിൽ ചേർന്നു. 1924 പാർട്ടിയിൽ ചേർന്നു. അദ്ദേഹം 1964 CPIയിൽ നിന്ന് ഇറങ്ങിപ്പോന്ന 32 പേരിൽ ഒരാളായിരുന്നു വി എസ് അച്യുതാനന്ദൻ. ആ വി എസ് അച്യുതാനന്ദൻ 1985 ഈ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയിൽ വന്നു. ഈ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയിൽ വി എസ് അച്യുതാനന്ദൻ വരുമ്പോൾ പിണറായി വിജയൻ എവിടെയാണോ, ഇനി വല്ല ലോക്കൽ കമ്മിറ്റിയാണോ എനിക്കറിയില്ല, ചിലപ്പോൾ വല്ല ജില്ലാ കമ്മിറ്റിയൊക്കെ ആയിരിക്കാം. അതിനപ്പുറത്തേക്കൊന്നും പോകാനുള്ള സാധ്യതയില്ല. 85 പോളിറ്റ് ബ്യൂറോയിൽ വന്നു. 2010 വി എസ് അച്യുതാനന്ദനെ വി എസ് അച്യുതാനന്ദൻ ഉണ്ടാക്കിയ CPM എന്ന് പറഞ്ഞ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് ബൂട്ട് ഔട്ട് ചെയ്യുന്നത് വരെ 1985 മുതൽ 2010 വരെ പോളിറ്റ് ബ്യൂറോയിലിരുന്ന വി എസ് അച്യുതാനന്ദൻ അതിനിടയിൽ ആയിരക്കണക്കിന് പാർട്ടി സമ്മേളനങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ടാവില്ലേ രഞ്ജിത്തെ? ആയിരക്കണക്കിന് പാർട്ടി സമ്മേളനങ്ങളിൽ. ആ പാർട്ടി സമ്മേളനങ്ങളിൽ ഏതെങ്കിലും ഒരു പാർട്ടി സമ്മേളനത്തിൽ നിന്ന് വി എസിന് ഇറങ്ങിപ്പോകേണ്ടി വന്നിട്ടുണ്ടോ? എൻ്റെ ഓർമ്മയിൽ ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല. അപ്പോൾ വി എസ് അച്യുതാനന്ദനെ പോലൊരു മനുഷ്യൻ, ഈ പാർട്ടി ഉണ്ടാക്കിയവൻ, ആയിരക്കണക്കിന് പാർട്ടി സമ്മേളനങ്ങളിൽ പങ്കെടുത്തയാൾ, അങ്ങനെയുള്ള ഒരാൾ, എനിക്ക് തോന്നുന്നു പിന്നെ ആലപ്പുഴ സമ്മേളനത്തിൻ്റെ സമയത്ത് വി എസിന് എനിക്ക് തോന്നുന്നു 90 വയസ്സൊക്കെ കാണുമെന്ന് എനിക്ക് ഓർമ്മയുള്ളൂ. ആ വയോവൃദ്ധൻ CPM ഉണ്ടാക്കിയവൻ, CPMന് വേണ്ടി ത്യാഗോജ്വലമായിട്ടുള്ള ഒട്ടേറെ സമരം നടത്തിയ വി എസ് അച്യുതാനന്ദൻ ഒരു പാർട്ടി സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകണമെങ്കിൽ ഒരു സംശയവും വേണ്ട, ഹൃദയഭേദകമായിട്ടുള്ള എന്തെങ്കിലും കേട്ടിട്ടുണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. എന്താണ് വി എസ് അച്യുതാനന്ദൻ അവിടെ കേട്ടത് എന്താ? കേട്ടോ ഇല്ലയോ എന്നുള്ളത് സംബന്ധിച്ച് വിവാദമുണ്ട്. ഞാനതിലേക്ക് വരാം. ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഈ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് എന്ന് പറയുന്നുള്ളൂ. എന്താണ് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ്? ക്യാപിറ്റൽ പണിഷ്മെൻ്റ് എന്ന് പറഞ്ഞാൽ പച്ചയ്ക്ക് കൊല്ലുക എന്നാണ്.
ക്യാപിറ്റൽ പണിഷ്മെൻ്റ് എന്ന് പറഞ്ഞാൽ വധശിക്ഷ എന്നാണ്. അപ്പോൾ VS അച്യുതാനന്ദന് വധശിക്ഷ നൽകണം എന്ന് ചർച്ച വന്നു എന്നാണ് ഈ സുരേഷ് കുറുപ്പ് പറഞ്ഞിട്ടുള്ളത്. ആരാണ് സുരേഷ് കുറുപ്പ്? കേരളത്തിൽ ഏറ്റവും ബഹുമാന്യനായ 984 ഒരേ ഒരു CPM കാരനാണ് ലോക്സഭയിലേക്ക് ജയിച്ചത്. അതിനുശേഷം എത്രയോ തവണ MP ആയി, എത്രയോ തവണ MLA ആയി. കേരളത്തിൽ ഏറ്റവും ബഹുമാനിതനായിട്ടുള്ള ഒരു CPM നേതാവ്. ആ CPM നേതാവ് ഹൃദയഭേദകമായി പറയുമ്പോൾ നമ്മളതിനെ വിശ്വസിക്കണ്ടേ രഞ്ജിത്തെ? ഞാൻ ചോദിക്കട്ടെ, വിശ്വസിക്കണ്ടേ? ഇനി അയാൾ പറഞ്ഞതെന്താ? VSൻ്റെ ഒരു കൊച്ചുകുട്ടി VSനെ കുറിച്ച് പറഞ്ഞു എന്നാ പറഞ്ഞേ. ഒരു കൊച്ചുകുട്ടി VSനെ കുറിച്ച് ക്യാപിറ്റൽ പണിഷ്മെൻ്റ് എന്ന് പറഞ്ഞപ്പോൾ പോയി VS എന്നാണ് സുരേഷ് കുറുപ്പ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ എന്തിനാണ് അതിനെ അവിശ്വസിക്കുന്നത്? സുരേഷ് കുറുപ്പ് ഇതുവരെ പാർട്ടിക്കെതിരെ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? സുരേഷ് കുറുപ്പിനെ ഈ പാർട്ടി എത്രയോ തവണ ചവിട്ടി ദൂരെ കളഞ്ഞു. ആ ഏറ്റവും കൂടുതൽ വില കുറഞ്ഞ VN വാസവൻ എന്ന് പറഞ്ഞ നേതാവല്ലേ ഇപ്പോൾ കോട്ടയത്തെ നേതാവ്, സുരേഷ് കുറുപ്പ് അവിടെ നേതൃത്വത്തിലുണ്ടോ? ആ സുരേഷ് കുറുപ്പ് പറഞ്ഞു. അതിലെന്താണ് അവിശ്വാസത്തിൻ്റെ പ്രശ്നം എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇനി ഒരു വനിത ഇവിടെ വന്ന് അത് നിഷേധിച്ചിട്ടുണ്ടല്ലോ. എന്തിനാണ് ആ വനിത നിഷേധിക്കാൻ വന്നത്? ആ വനിതയാണെന്ന് ആരെങ്കിലും പറഞ്ഞോ? ഒറ്റ മിനിറ്റ്. കോഴിക്കട്ടവൻ എന്തിനാണ് തലയിൽ പപ്പ് തപ്പുന്നത്? ഒരു കൊച്ചു കുട്ടി എന്നല്ലേ പറഞ്ഞു. മകളുടെ VSൻ്റെ മകളുടെ പ്രായമാകാനുള്ള ഒരു കുട്ടീനെ പറഞ്ഞോളെന്ന് പറഞ്ഞപ്പോൾ ഇവർ രംഗത്ത് വന്നത് എന്തിനാണ്? മാധ്യമ സൃഷ്ടിയാണെന്നാണ്. അതാണ് അവസാനത്തെ പോയിന്റ്. അവർക്ക് മിനിമം ബോധമുണ്ടോ? ആ സ്ത്രീക്ക് മിനിമം ബോധം? മാധ്യമ സൃഷ്ടിയാണോ ഇത്? ആദ്യം പറഞ്ഞ പിരപ്പൻകൂട് മുരളിയല്ലേ? കേരളത്തിൽ ഏറ്റവും ബഹുമാനിതനായിട്ടുള്ള CPM നേതാവല്ലേ പിരപ്പൻകൂട് മുരളി? എത്രയോ CPMൻ്റെ നേതാക്കന്മാരെ കുറിച്ചിട്ട് പിന്നെ നാടകങ്ങൾ എഴുതിയിട്ടുള്ള ഒരു സാംസ്കാരിക പ്രവർത്തകനും ഒന്നും നേടാൻ ആഗ്രഹമില്ലാത്തവൻ കഴിഞ്ഞ ദിവസം ഇരുന്ന് പറയുന്നത് കേട്ടു. പിന്നെ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി വന്നിട്ട് അയാളുടെ പുസ്തകത്തിൻ്റെ അപ്പം മുരളി സാഹബിന് മറുപടി പറയുന്നുണ്ട്, എൻ്റെ ബാങ്ക് അക്കൗണ്ട് നിങ്ങൾ പരിശോധിച്ചോ? ബാക്കിയുള്ള ചില നേതാക്കന്മാരുടെ ബാങ്ക് അക്കൗണ്ടിൽ പറഞ്ഞ കണ്ടാൽ നമ്മൾ തലകുത്തി വീണു എന്ന കാലഘട്ടത്തിലാണിത്. അതിനുശേഷം സുരേഷ് കുറുപ്പ് പറഞ്ഞു. എന്നിട്ട് ആദ്യം സുരേഷ് കുറുപ്പ് പറഞ്ഞു, ആദ്യം പിരപ്പൻകൂട് മുരളി പറഞ്ഞു, പിന്നെ സുരേഷ് കുറുപ്പ് പറഞ്ഞു. ഇത് രണ്ടും പൊതുമണ്ഡലത്തിലുള്ളപ്പോഴാണ് ഈ വനിത വന്നിട്ട് തലേ പപ്പ് തപ്പിക്കൊണ്ട് പറയുന്നത് മാധ്യമ സൃഷ്ടിയാണ്. ഇതും കൂടെ പറഞ്ഞു കഴിഞ്ഞപ്പം ക്ലിയർ ആയില്ലേ? നമുക്ക് ആ പ്രതികരണം ഒന്ന് കേൾക്കാം. ചിന്താ ജെറോം ഇതിന് ശേഷം മാധ്യമങ്ങളെ കണ്ട് അതുമായി ബന്ധപ്പെട്ട വിശദീകരണം, അത് മാധ്യമ സൃഷ്ടിയാണെന്നും പാർട്ടി മറ്റു കാര്യങ്ങൾ വിശദീകരിക്കുമെന്ന് പറഞ്ഞു. ചിന്തയുടെ വാക്കുകളിലേക്ക്. ആലപ്പുഴ സമ്മേളനത്തിൽ ഞാനും ഒരു പ്രതിനിധിയായിരുന്നു. പിന്നീടുള്ള പാർട്ടി സമ്മേളനങ്ങളിലൊക്കെ പ്രതിനിധിയായിട്ടുണ്ട്. എൻ്റെ ആദ്യ സമ്മേളനമാണ് ആലപ്പുഴ സമ്മേളനം. ഞാൻ വളരെ ആകാംക്ഷയോടും താല്പര്യത്തോടും എല്ലാം ആ ഒരു ആദ്യ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന എല്ലാ സന്തോഷത്തോടും കൂടി പങ്കെടുത്ത സമ്മേളനമാണ്. അതിൽ ഇങ്ങനൊരു വാചകം, ഈ പറയുന്ന ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറയുന്ന വാക്ക്, ആ സമ്മേളനത്തിൽ പങ്കെടുത്ത ഒരു പ്രതിനിധിയും ചർച്ചയിലോ അല്ലെങ്കിൽ അല്ലാതുള്ള പരാമർശത്തിലോ ഒന്നും അവിടെ ഉന്നയിക്കപ്പെട്ടിട്ടില്ല. അത് വെറും മാധ്യമ സൃഷ്ടി മാത്രമാണ്. പിന്നീട് ഈ ഒരു വാക്ക് ഇങ്ങനെ അന്തരീക്ഷത്തിൽ ഒരുപാട് തവണ ഉയർന്നു വന്നിട്ടുണ്ട്. ശ്രീ ഷാജഹാൻ, ഇതിനു മുൻപും ഇത്തരം സമ്മേളനങ്ങളിൽ ഒറ്റപ്പെട്ടിട്ടുണ്ട്, നിരവധി പരാജയങ്ങൾ സമ്മേളനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്, ഒരുപാട് എതിർപ്പുകൾ, പാർട്ടിയിൽ ഒറ്റപ്പെട്ട നിരവധി അവസരങ്ങളുണ്ട്. എന്നിട്ടും ഇങ്ങനെ ദുഃഖാർത്ഥനായി VS ഇറങ്ങിപ്പോകുന്നു എന്ന് സുരേഷ് കുറുപ്പ് നിരീക്ഷിക്കുമ്പോൾ, അങ്ങനെ അദ്ദേഹത്തിന് ആ ദുഃഖം അദ്ദേഹത്തിന് താങ്ങാനാവാതെ ഇറങ്ങിയപ്പോൾ സാഹചര്യം ഒരുക്കിയത് ഒരുപക്ഷെ ഈ യുവ പ്രവർത്തകയുടെ വിമർശനമാകുമോ, അതോ ഡയസിലുണ്ടായിരുന്ന മറ്റു നേതാക്കൾ ഇവരെ വിലക്കാതിരുന്നതിലുള്ള വേദനയാകുമോ? രഞ്ജിത്ത്, ഇത് രണ്ടും ഉണ്ടാവും. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനത് ഇപ്പം ഞാനൊന്ന് പറയട്ടെ. ഇപ്പം മലപ്പുറം സംസ്ഥാന സമ്മേളനത്തിലൊക്കെ VS അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. അപ്പോഴൊന്നും VS ഇറങ്ങിപ്പോകുന്നില്ല. ഞാൻ മലപ്പുറത്തുണ്ടായിരുന്നു. അപ്പം രാഷ്ട്രീയമായിട്ടുള്ള വിമർശനങ്ങളെല്ലാം നെഞ്ച് വിരിച്ച് നിന്ന് നേരിടാൻ നെഞ്ചുറപ്പുള്ള നേതാവാണ് VS അച്യുതാനന്ദൻ. പക്ഷേ ആ VS അച്യുതാനന്ദനെ 90 വയസ്സ് കഴിഞ്ഞ മനുഷ്യനെ 80 വയസ്സ് കഴിഞ്ഞപ്പോൾ നമ്മളെ ജനങ്ങൾക്ക് വേണ്ടി കണ്ണിക്കണ്ട പിന്നെ കാട്ടിലും മലയിലും കഞ്ചാവ് പിടിക്കാനും പിന്നെ ഭൂമി കൈയേറ്റത്തിനെതിരെ നടന്നിരുന്ന ആ മനുഷ്യനെ ഇപ്പം പിരപ്പൻകൂട് മുരളി എന്താ പറഞ്ഞത്? പിരപ്പൻകൂട് മുരളി പറഞ്ഞത് തിരുവനന്തപുരം സമ്മേളനത്തിൽ ഈ സംസാരം സുരാജ് നടത്തുമ്പോൾ താൻ പ്രതിനിധിയായി മുമ്പിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. ഈ ചെറുപ്പക്കാരൻ ഇങ്ങനെ പറയുമ്പോൾ ഡയസിലിരുന്നവർ ചിരിച്ചു എന്ന നമ്മളിതൊക്കെ രഞ്ജിത്ത് നമ്മൾ വളരെ ലളിതമായിട്ടങ്ങ് പറഞ്ഞങ്ങ് പോവുകയാണ്. നമ്മൾ ക്യാപിറ്റൽ പണിഷ്മെൻ്റ് എന്ന് പറയുമ്പോൾ അത് വധശിക്ഷയാണെന്ന് നമ്മൾ ഓർക്കണം. അപ്പം VS അച്യുതാനന്ദൻ എന്ന് പറഞ്ഞാൽ CPM ഉണ്ടാക്കിയ ആ മനുഷ്യന് വധശിക്ഷ കൊടുക്കണമെന്ന് ഒരു ചെറുപ്പക്കാരൻ പറയുമ്പോൾ ആ പ്രൊസീഡിയത്തിൽ ഇരുന്നവന്മാർ എഴുന്നേറ്റ് അവൻ്റെ കുത്തിൽ പിടിക്കുകയല്ലേ ചെയ്യേണ്ടത്?
എന്ത് തോന്നിയാസാണ് നിങ്ങൾ പറയുന്നത്? CPM ഉണ്ടാക്കിയവനെതിരെ ഇതാണോ പറയേണ്ടതെന്ന് ചോദിക്കുന്നതിന് പകരം അവിടെ ഇരുന്നവന്മാർ, ഞാൻ അവന്മാർ എന്നാണ് അവരെ പറയുന്നത്, അവന്മാർ ചിരിച്ച് സന്തോഷിച്ചു എന്ന് പറയുമ്പോൾ VS അച്യുതാനന്ദനെ കൊന്നോളൂ എന്ന് പറയുന്നത് കേട്ട് ചിരിച്ച് സന്തോഷിക്കുന്നവന്മാരെ VSൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നരാധമന്മാരല്ലേ അവർ കമ്മ്യൂണിസ്റ്റുകാരല്ലേ? അവർ മനുഷ്യരാണോ? അവർ വെറും മൃഗങ്ങളല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അല്ലെങ്കിൽ VS അച്യുതാനന്ദനെ കൊന്നോളൂ എന്ന് പറയുമ്പം തടഞ്ഞില്ലെങ്കിൽ പോലും ചിരിക്കാൻ നിൽക്കുമോ? ഇത് പറഞ്ഞത് പിന്നെ പിരപ്പൻകോട് മുരളിയല്ലേ? ആ പിരപ്പൻകോട് മുരളി ഞാൻ നേരത്തെ പറഞ്ഞ ഏറ്റവും ബഹുമാനിതനല്ലേ? സുരേഷ് കുറുപ്പ് ഏറ്റവും ബഹുമാനിതനല്ലേ? അപ്പോൾ ഇതൊക്കെ ഈ വിമർശനങ്ങളും ഈ എതിരായിട്ടുള്ള കാര്യങ്ങളും ഇപ്പോൾ ഇന്നിപ്പം ഇങ്ങനെ നടന്നില്ല എന്ന് പറഞ്ഞു വന്ന അവരാരൊക്കെയാണ്? ഒന്ന് കടകംപള്ളി സുരേന്ദ്രൻ. ഈ കടകംപള്ളി സുരേന്ദ്രൻ മലപ്പുറം സമ്മേളനത്തിൽ പോകുന്നത് വരെ VS അച്യുതാനന്ദൻ്റെ ഏറ്റവും വലിയ കയ്യാളായിരുന്നു. എന്താണ് കടകംപള്ളി സുരേന്ദ്രന് കിട്ടിയ ഉറപ്പ്? മന്ത്രിയാക്കും എന്നായിരുന്നു. മന്ത്രിയാക്കി. അങ്ങനെ പിണറായി വിജയൻ്റെ വെറും കോടാലിക്കൈയായി നിൽക്കുന്ന കടകംപള്ളി സുരേന്ദ്രനല്ലേ ഇതിനെതിർത്ത് രംഗത്ത് വന്ന ഒരാൾ? രണ്ടാമത്തെ ആളാരാ? V ശിവൻകുട്ടി. അയാൾ മന്ത്രിയല്ലേ? അയാളല്ലേ വന്ന രണ്ടാമത്തെ ആൾ. അതുകൊണ്ട് ഈ വിമർശനങ്ങളും ഈ നിഷേധങ്ങളും എല്ലാം തന്നെ ഇത് പറഞ്ഞു എന്ന് പാർട്ടി അണികളെ കൊണ്ടും പൊതുജനങ്ങളെ കൊണ്ടും ചിന്തിപ്പിക്കാൻ മാത്രമേ ഉതകുകയുള്ളൂ എന്ന് ഈ തലയ്ക്ക് വെളിവില്ലാത്ത CPM നേതൃത്വത്തിൽ മനസ്സിലായാൽ കൊള്ളാം. ശ്രീത് പണിക്കർ, ശ്രീത്ത് ഇവിടെ VSൻ്റെ പ്രസക്തി നമുക്കറിയാം. 6 വർഷം നിശബ്ദനായിരുന്ന ഒരു മനുഷ്യൻ 2019 അദ്ദേഹം നമ്മുടെ പൊതുസമൂഹത്തിലില്ല. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുമ്പോൾ കേരളം എത്രത്തോളം വേദനയോടാണ് അതിനെ കണ്ടതെന്നും എത്ര വലിയ ആദരമാണ് അത് നൽകുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അവിടെ ഈ മരിച്ച ശേഷം നേരത്തെ പറയുന്നുണ്ട്, CPM സംസ്ഥാന സെക്രട്ടറി ഒക്കെ പറഞ്ഞ കാര്യം, മരിച്ച ശേഷം വിശുദ്ധനാക്കുന്നത് വലതുപക്ഷ രാഷ്ട്രീയമാണെന്നൊക്കെ പറയുമ്പോൾ പോലും VSനെ കുറിച്ച് ഇപ്പോൾ നേതാക്കൾ തന്നെ എത്ര വലിയ തോതിലാണ് സംസാരിക്കുന്നത്. വലിയ അവദാനങ്ങൾ അവർ വാഴ്ത്തിപ്പാടുന്ന എത്രയോ കാര്യങ്ങൾ പറയുന്നു. VSുമായി ബന്ധപ്പെട്ട എത്രയോ കാര്യങ്ങൾ അവർ വലിയ തോതിൽ പൊക്കി പശ്ചാത്തലമുണ്ട്. അവിടെയാണ് തുടർച്ചയായി ഇത്തരം കാര്യങ്ങൾ പുറത്തു വരുന്നത്. ആദ്യം നേരത്തെ പറഞ്ഞതുപോലെ പിരപ്പൻകോട് മുരളി, ഇപ്പോൾ ഇന്ന് വളരെ കൃത്യമായി കുറച്ചുകൂടി തീക്ഷ്ണമായി എഴുതുകയാണ് ശ്രീ സുരേഷ് കുറുപ്പ്. എങ്ങനെ നിരീക്ഷിക്കണം VSൻ്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ പ്രസക്തിയെ? VSന്റെ രാഷ്ട്രീയ പ്രസക്തി എല്ലാ കാലവും അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ അദ്ദേഹം നിശബ്ദനായിരുന്ന സമയത്ത് പോലും അദ്ദേഹത്തിന്റെ ഇപ്പോൾ ഇവിടെ നടക്കുന്ന വിഷയങ്ങളിൽ അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനായിരുന്നുവെങ്കിൽ ഏത് തരത്തിൽ പ്രതികരിക്കുമായിരുന്നു എന്ന രീതിയിലത്തേക്ക് കേരളീയ പൊതുസമൂഹവും മാധ്യമങ്ങളും എല്ലാം തന്നെ ഇടതുപക്ഷ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് പല തീരുമാനങ്ങൾ, പാർട്ടിയുടെ ഭാഗത്തു നിന്ന് പല തീരുമാനങ്ങൾ, ഇതൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇവിടെ ചർച്ച ചെയ്തതാണ്. എന്ന് വെച്ചാൽ അനാരോഗ്യത്തോടുകൂടി നിശബ്ദതയിലേക്ക് പോയിരുന്ന VSനെ പോലും കേരളീയ പൊതുസമൂഹം ഒരു ചർച്ചയാക്കിയിരുന്നു എന്നുള്ളതാണ് പ്രധാനം. അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ അന്ത്യയാത്രയിൽ ഒരുപക്ഷെ ശ്രീ ഉമ്മൻചാണ്ടിയുടേതിന് സമാനമായ രീതിയിലത്തേക്കുള്ള ഒരു പൊതുജന വികാരം നമ്മൾ കണ്ടത്. അതുകൊണ്ടാണ് ഒരുപക്ഷെ ഏറ്റവും അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്ന രീതിയിലത്തേക്കുള്ള വിശേഷണമൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ അടക്കം ഉണ്ടാവുകയും അത് പല CPMന്റെ നേതാക്കന്മാരെയും അസ്വസ്ഥരാക്കുകയും ഒക്കെ ചെയ്ത സാഹചര്യം അതാണ്. അപ്പൊ അതിനുശേഷം ശ്രീ പിരപ്പൻകോട് മുരളിയുടെ ഭാഗത്ത് നിന്ന് ആദ്യമാണെങ്കിലും പിന്നീട് ഇപ്പോൾ ശ്രീ സുരേഷ് കുറുപ്പിന്റെ ഭാഗത്ത് നിന്നാണെങ്കിലും കേവലം പ്രതികരണമല്ലാതെ 2 പ്രധാനപ്പെട്ട ലേഖനങ്ങൾ എന്ന രീതിയിൽ തന്നെ ഈ കാര്യങ്ങൾ വരുമ്പോൾ അതിനെ അവിശ്വസിക്കേണ്ടതില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇത് ഇന്നുണ്ടാകുന്ന ഒരു ആരോപണമോ ഇന്നുണ്ടാകുന്ന ഒരു വെളിപ്പെടുത്തലോ അല്ല. ഒരു പക്ഷേ ശ്രീ പിരപ്പൻകോട് മുരളിയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ശ്രീ സുരേഷ് കുറുപ്പിന്റെ ഭാഗത്തു നിന്നോ ഇപ്പോൾ ഇത് വന്നു എന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ 2012 ഇതിന് സമാനമായിട്ടുള്ള ആദ്യ വിഷയം, അതായത് ഇപ്പൊ 2 സമ്മേളനങ്ങളാണല്ലോ, 2012 തിരുവനന്തപുരത്തും 2015 ആലപ്പുഴയിലും നടന്നിരിക്കുന്ന 2 സമ്മേളനങ്ങളാണ്. ഈ സമ്മേളനങ്ങളിൽ 2ലും ഇതേ രീതിയിലത്തേക്കുള്ള പരാമർശം ഉണ്ടായി എന്നുള്ളതാണ്. ഇതിൽ 2012 ആദ്യമായിട്ട് ഒരുപക്ഷെ ഈ വാക്ക് ഉപയോഗിക്കപ്പെടുന്ന സമയത്ത് അത് വളരെ കൃത്യമായിട്ട് അന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. ആ വാക്ക് ഉപയോഗിച്ചിരുന്നത് ആരാണ് എന്നതുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായിട്ടുള്ള റെഫറൻസും റിപ്പോർട്ടിങ്ങും അന്ന് ഉണ്ടായിരുന്നതാണ്. അപ്പൊ അന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോ ശ്രീ പിരപ്പൻകോട് മുരളി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം വളരെ പ്രസക്തമാണ്. കാരണം അന്ന് 2012 തിരുവനന്തപുരത്തുണ്ടായിരുന്ന പാർട്ടിയുടെ 20ാം കോൺഗ്രസ്, അതിനുശേഷം നടന്നിരിക്കുന്ന പൊതുസമ്മേളനം, ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ സംസാരിക്കുന്ന സമയത്ത് എനിക്ക് ക്യാപിറ്റൽ പണിഷ്മെന്റ് തരണമെന്ന് ഇവിടെ ആൾക്കാർ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ പ്രസംഗത്തിൽ പറഞ്ഞ ആൾ VS ആണ്. അപ്പോ ക്യാപിറ്റൽ പണിഷ്മെന്റ് VSന് കൊടുക്കണം എന്നൊരു റെഫറൻസ്, എന്നൊരു പരാമർശം, എന്നൊരു ആരോപണം അവിടെ ഉണ്ടായിട്ടില്ല എങ്കിൽ VS എന്തിനാ വെറുതെ ഇത് പറയുന്നത്? കയ്യിൽ നിന്നിട്ട് അത് പറയുന്ന കാര്യം എന്താണ്? എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് എന്താണ്? താനൊരു കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ട് കയ്യൂരിലും പുന്നപ്രയിലും വയലാറിലും എല്ലാം തന്നെ വെടിയുണ്ടകളെ നേരിട്ട ഒരു കമ്മ്യൂണിസ്റ്റിന് ക്യാപിറ്റൽ പണിഷ്മെന്റിനെ ഭയമില്ല എന്നാണ് അദ്ദേഹം അത് പറയുന്നത്.
അന്ന് അത് അദ്ദേഹം പറയുന്ന സമയത്ത് അന്ന് വേദിയിലുണ്ടായിരുന്ന ആൾക്കാർ ആരൊക്കെയാണ്? അതിലൊന്ന് അന്നത്തെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ടാണ്. പോളിറ്റ് ബ്യൂറോയിൽ നിന്നുള്ള 4 അംഗങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ഒരു അംഗത്തിന്റെ പേര് പിണറായി വിജയൻ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇവരെയൊക്കെ തന്നെ ഇരുത്തിക്കൊണ്ട് ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്നുള്ള ഒരു കാര്യം പരസ്യമായിട്ട് തന്നെ ആ വേദിയിൽ പറഞ്ഞിരിക്കുന്ന ആളിനെ നമ്മൾ എന്തിനാ അവിശ്വസിക്കുന്നത്? വെറുതെ ഒരു കോണ്ടെക്സ്റ്റും ഇല്ലാതെ അദ്ദേഹം സംസാരിക്കും എന്ന് നമ്മൾ കരുതുന്നുണ്ടോ? എന്നിട്ട് തുടർന്ന് അദ്ദേഹം സംസാരിച്ചിരുന്ന സമയത്ത് ഈ പാർട്ടി ഇന്നും നാളെയും ആവശ്യമുള്ളതാണ്, അതിന്റെ പ്രതിച്ഛായ നശിപ്പിക്കരുത് എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നീട് അവിടെ സംസാരിച്ച മറ്റൊരാളുണ്ട്, ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ. അദ്ദേഹം പറഞ്ഞത് എന്താണ്? VS-നെയും ഈ പാർട്ടി എന്നതുപോലെ തന്നെ ഇന്നും നാളെയും നമുക്ക് ആവശ്യമുള്ളതാണ് എന്ന് പറഞ്ഞു. അന്ന് ലാൻഡ് അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട് കേസ് നടക്കുകയാണ്. രഞ്ജിത്തിന് ഓർമ്മയുണ്ടാകും. ആ വർഷം 2012 അവസാനമാണ് അതിൽ VS-നൊന്നും എതിരെ കുറ്റമില്ല എന്ന രീതിയിലേക്ക് കോടതിയൊക്കെ തന്നെ കണ്ടെത്തുന്നത്. അപ്പൊ ആ സമയത്ത് ഈ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹത്തിനെതിരെ അത് പറഞ്ഞുകൊണ്ട് ആരും അദ്ദേഹത്തിന് ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകാൻ ശ്രമിക്കേണ്ടതില്ല എന്ന് പറഞ്ഞത് ശ്രീ കോടിയേരി ബാലകൃഷ്ണനാണ്. അപ്പൊ ഈ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറയുന്ന ഒരു റെഫറൻസ് അവിടെ വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ എന്തിനാണ് ഈ 2 നേതാക്കന്മാർ VS-ഉം കോടിയേരി ബാലകൃഷ്ണനും അതേ കാര്യം തന്നെ പിന്നീട് പറയുന്നത് എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. 2, അന്നേ വർഷം തന്നെ ഈ 2012 അതേ സമയത്ത് തന്നെ നമ്മുടെ നാട്ടിലുള്ള മലയാള മാധ്യമങ്ങളായിക്കോട്ടെ ഇംഗ്ലീഷ് മാധ്യമങ്ങളായിക്കോട്ടെ ഇത് വളരെ കൃത്യമായിട്ട് സ്വരാജാണ് എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് ചെയ്തതാണ്. ഇപ്പൊ സ്വരാജ് അല്ല അത് പറഞ്ഞത് എങ്കിൽ, തനിക്കെതിരെയുള്ള വ്യാജമായിട്ടുള്ള ആരോപണമാണ് എന്നുണ്ട് എങ്കിൽ അദ്ദേഹം എന്തുകൊണ്ടാണ് ഈ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന മാധ്യമങ്ങൾക്കെതിരെ കേസ് കൊടുക്കാത്തത്? ഏറ്റവും കൃത്യമായിട്ട് ഈ പരാമർശം നടത്തിയിരിക്കുന്നത് പിണറായിയുടെ ക്രോണിയായിട്ടുള്ള, അതായത് അദ്ദേഹത്തിന്റെ ഒക്കെ ചങ്ങാതിയായിട്ടുള്ള DYFIയുടെ നേതാവായിട്ടുള്ള M സ്വരാജ് ആണ് എന്നും ഒറ്റുകൊടുക്കുന്ന ആൾക്കാർക്ക് ക്യാപിറ്റൽ പണിഷ്മെന്റിനേക്കാൾ കുറഞ്ഞൊരു ശിക്ഷ നൽകേണ്ടതില്ല എന്നും പറഞ്ഞിരിക്കുന്നത് സ്വരാജ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ടൈംസ് ഓഫ് ഇന്ത്യയുടെ ആ റിപ്പോർട്ട് 13 കൊല്ലം കഴിഞ്ഞതിന് ശേഷവും ഇന്നുകൂടി ഞാൻ പരിശോധിച്ചതാണ്. അവരുടെ ഓൺലൈനിൽ അവിടെ കിടപ്പുണ്ട്. എന്ന് പറഞ്ഞാൽ തനിക്കെതിരെ ഇത്രത്തോളം വ്യക്തമായിട്ടുള്ള പരാമർശം നടത്തിയിരിക്കുന്ന ഈ മാധ്യമത്തിനെതിരെ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് കേസ് കൊടുക്കുന്നില്ല? അപ്പൊ അതിനുശേഷമാണ് ഈ 2015 സംഭവം ഉണ്ടായിരിക്കുന്നത്. അന്ന് ഒരു പക്ഷേ അത് പറഞ്ഞിരിക്കുന്നത് താരതമ്യേന ജൂനിയർ ആയിട്ടുള്ള മറ്റൊരു നേതാവാണ്, വനിതാ നേതാവാണ് എന്ന് പറയുന്നു. അത് ഇപ്പോൾ ഒരുപക്ഷെ ഒരു പുതിയ വെളിപ്പെടുത്തൽ എന്ന രീതിയിലേക്ക് ശ്രീ സുരേഷ് കുറുപ്പിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നു എന്നേ ഉള്ളൂ. പക്ഷേ അന്നും ഈ സമ്മേളനത്തിനിടെ VS അവിടെ നിന്ന് പിണങ്ങിപ്പോയി എന്നും അദ്ദേഹം വീട്ടിലേക്ക് പോയി എന്നും അദ്ദേഹം തുടർന്നതിൽ പങ്കെടുക്കുന്നില്ല എന്നും ഒക്കെ പറഞ്ഞ് ഇവിടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതല്ലേ. അപ്പൊ അതിനൊരു കാരണം ഉണ്ടായിരുന്നുവെങ്കിൽ ആ കാരണം ഇന്നതാണ് എന്ന് പറയുകയും പിന്നീട് ഒരു വനിതാ നേതാവ് തന്നെ വന്നിട്ട് അങ്ങനെ ഒരു പരാമർശം ഉണ്ടായിട്ടില്ല എന്ന് പറയുകയും അതേപോലെ തന്നെ ഒഫീഷ്യൽ പക്ഷത്തിനെ ന്യായീകരിക്കുന്നതിന് വേണ്ടിയിട്ട് മന്ത്രി ശ്രീ V ശിവൻകുട്ടി അടക്കമുള്ള ആൾക്കാർ പറയുകയുമാണ്, ഞാനും കൂടി പങ്കെടുത്തിരുന്ന സമ്മേളനങ്ങളാണല്ലോ ഇതൊക്കെ, അവിടെയൊന്നും ആരും വന്ന് സംസാരിച്ചിട്ടില്ലല്ലോ എന്ന് ശ്രീ V ശിവൻകുട്ടി ഇപ്പൊ പറയുകയാണ്. നമ്മുടെ നിയമസഭയിൽ 2016 മറ്റോ ആണല്ലോ ഈ കയ്യാങ്കളി നടക്കുന്നത്. അങ്ങനെ കയ്യാങ്കളി നടന്നിട്ടുണ്ട് എന്ന് ശ്രീ V ശിവൻകുട്ടി ഏതെങ്കിലും ഒരു സമയത്ത് സമ്മതിച്ചിട്ടുണ്ടോ? നമ്മൾ എല്ലാവരും കണ്ടതല്ലേ. അപ്പൊ അദ്ദേഹം തനിക്ക് നേരിട്ട് ബോധ്യമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ ഇതാണ് നടന്നിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അതിന് പുറത്തേക്ക് ഒരു സ്റ്റാമ്പ് അടിച്ചാൽ ആ സ്റ്റാമ്പിന് എത്രത്തോളം വിശ്വാസ്യതയാണുള്ളത്? ഞാൻ പറയുന്നത് ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 2 പക്ഷത്തു നിന്ന് CPM-ന്റെ പല ആൾക്കാരുടെയും അഭിപ്രായം വന്നിരിക്കുമ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ വിശ്വാസ്യതയുള്ള അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് ആരാണ്? അതുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഇത് ചേർത്ത് നോക്കിക്കഴിഞ്ഞാൽ ശ്രീ പിരപ്പൻകോടി മുരളിയാണെങ്കിലും ശ്രീ സുരേഷ് കുറുപ്പ് ആണെങ്കിലും പറഞ്ഞിരിക്കുന്ന പരാമർശങ്ങൾക്കാണ് വിശ്വാസ്യത എന്ന് കാണാം. അവരെ അവിശ്വസിക്കേണ്ടത് എന്തിനാണ്? മറ്റെന്തെങ്കിലും തരത്തിലുള്ള സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടിയിട്ടാണോ? വ്യക്തിപരമായിട്ട് എന്തെങ്കിലും പണം സമ്പാദിക്കുന്നതിന് വേണ്ടിയിട്ടാണോ? ഒന്നുമല്ലല്ലോ. ഇപ്പം ശ്രീ മുരളി തന്നെ പറഞ്ഞിരിക്കുന്നു, നോക്കൂ, അങ്ങനെയാണ് എങ്കിൽ ഞാൻ ഏതാണ്ട് 50-ലധികം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. എനിക്ക് എന്റെ പുസ്തകം വിറ്റ് പോകുന്നതിന് വേണ്ടിയിട്ടോ അതുവഴി പണം സമ്പാദിക്കുന്നതിന് വേണ്ടിയിട്ടോ ആണെങ്കിൽ ഞാൻ AKGയെ കുറിച്ചും VMS-നെ കുറിച്ചും നായനാരെ കുറിച്ചും എഴുതിയിട്ടുണ്ട്. 50-ലധികം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ആ സമയത്തൊക്കെ നിങ്ങൾ എന്തുകൊണ്ടാണ് പറയാതിരുന്നത്? ഇതേപോലെ തന്നെ ഇയാൾ പണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്നുള്ള ആരോപണം നിങ്ങൾക്ക് ഇല്ലാതിരുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യമുണ്ട്. അതിന് ആദ്യം ശ്രീ പിരപ്പൻകോട് മുരളി 50 പുസ്തകം എഴുതിയിട്ടുണ്ട് എന്ന് ഈ പ്രതികരിക്കുന്ന ആൾക്കാർക്ക് അറിയണം. ഇപ്പോൾ V ശിവൻകുട്ടി ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരുന്നു. മറുപടിയായി അദ്ദേഹത്തിന് ചില വാക്കുകൾ ഉണ്ടാവുമെന്ന് കേൾക്കാം. സമ്മേളനത്തിൽ ഞാൻ ആലപ്പുഴ സമ്മേളനത്തിൽ പങ്കെടുത്തതാണ്. ആലപ്പുഴ സമ്മേളനത്തിൽ വെച്ചാണ് ഞാൻ സംസ്ഥാന കമ്മിറ്റിയിൽ വരുന്നത്. അങ്ങനെ ഒരു നേതാവ് അവിടെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞിട്ടില്ല. VS നമ്മെ വിട്ട് പിരിഞ്ഞു പോകുന്ന അവസരം വരെ പാർട്ടിയുടെ ഒരു സീനിയർ നേതാവ് എന്നുള്ള നിലയിൽ കൊടുക്കാൻ കഴിയുന്ന എല്ലാ ബഹുമാനങ്ങളും പാർട്ടിയിലുള്ള ആബാലവൃദ്ധ ജനങ്ങൾ നൽകിയിട്ടുണ്ട്. അതിനപ്പുറമുള്ള അഭിപ്രായം അത് വസ്തുതയ്ക്ക് നിരക്കുന്നതല്ല. ശ്രീ NM പിയേഴ്സൺ, ഇവിടെ നേരത്തെ ആരോപണ വിധേയനായ ഈ പ്രയോഗം നടത്തി എന്ന് പറയുന്ന M സ്വരാജ് ഈ വാർത്ത നിഷേധിച്ച് രംഗത്ത് വന്നിരുന്നു. ഇപ്പോൾ ചിന്താ ജെറോമിൻ്റെ അങ്ങനെ നമ്മൾ ചിന്താ ജെറോമിൻ്റെ പേര് പുറത്ത് വന്നിട്ടില്ല. പക്ഷേ അവർ വളരെ പെട്ടെന്ന് തന്നെ
ഇത് നിഷേധിച്ചുകൊണ്ട് വരുന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല, താനും പങ്കെടുത്താണെന്ന് പറയുന്നു. വി ശിവൻകുട്ടി ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നു. പക്ഷേ ഇത് ആരെ വിശ്വസിക്കുമെന്നുള്ളതാണ്, ആര് പറഞ്ഞതാണ് വിശ്വസിക്കുന്നത്. പക്ഷേ വളരെ കൃത്യമായി തന്നെ VS അന്നത്തെ പൊതുയോഗത്തിൽ നമുക്ക് ഓർമ്മയുണ്ട്, ക്യാപിറ്റൽ പണിഷ്മെൻറ്റുമായി ബന്ധപ്പെട്ട പ്രയോഗം അദ്ദേഹം വളരെ കൃത്യമായി നടത്തിയിരുന്നു. അവിടെ അദ്ദേഹത്തിനെതിരെ ഇങ്ങനെയൊരു പ്രയോഗം ഉണ്ടായിരുന്നില്ല എങ്കിൽ എന്തിന് അത് അവിടെ സംസാരിക്കണമെന്നൊരു വിഷയം കൂടി ഉണ്ടല്ലോ. ആരെ വിശ്വസിക്കണം, ആരെ വിശ്വസിക്കേണ്ട എന്നാണ് പൊതുജനത്തിൻ്റെ ഒരു പ്രശ്നം. മറ്റൊന്ന്, ഈ രണ്ട് വെളിപ്പെടുത്തലുകൾ CPM-നെ അക്ഷരാർത്ഥത്തിൽ വല്ലാത്തൊരു പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണോ? അല്ല, ഒന്ന്, ഞാൻ സംസാരിച്ചു കഴിയുമ്പോൾ VS ആ സമ്മേളനത്തിൽ പറഞ്ഞ ആ വോയിസും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഇമേജും തീർച്ചയായിട്ടും കാണിക്കണം എന്നാണ് അത് എനിക്ക് അങ്ങോട്ട് പറയാനുള്ളത്. കാരണം അത് വളരെ കൃത്യമാണ്. ഞാൻ ഈ 2 കാലഘട്ടത്തിലെ സമ്മേളനങ്ങളും 12-ലും 15-ലും അത് ഞാൻ ടെലിവിഷനിൽ ഇരുന്ന കാര്യങ്ങളെല്ലാം നിരീക്ഷണം നടത്തുന്ന പാർട്ടിയുമായി വളരെ ബന്ധപ്പെട്ട ഒരു വ്യക്തിയായി. ഇക്കാര്യത്തിൽ സംശയത്തിനൊരു പ്രസക്തിയില്ല. 12-ൽ അങ്ങനെ പറഞ്ഞു, 15-ലും അങ്ങനെ പറഞ്ഞു, ശരിയാണ്. പക്ഷേ VS ആലപ്പുഴ സംസ്ഥാന സമ്മേളനത്തിൽ ഇറങ്ങിപ്പോകുന്നത് അങ്ങനെ ഒരു വാചകം പേരക്കുട്ടിയുടെ പ്രായമുള്ള കുട്ടി പറഞ്ഞതുകൊണ്ടല്ല, അതൊക്കെ ഒരു ചീള് കേസല്ലേ, അത് പറഞ്ഞതുകൊണ്ടല്ല. നിങ്ങൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആലപ്പുഴ സമ്മേളനത്തിൽ പാർട്ടിയുടെ സെക്രട്ടറി പിണറായി വിജയൻ അവതരിപ്പിച്ച റിപ്പോർട്ട് എന്ന് പറയുന്നത് VS അച്യുതാനന്ദൻ വധമായിരുന്നു. അത് മുഴുവനും ഏതാണ്ട് 1.5-2 മണിക്കൂറോളം അച്യുതാനന്ദനെ വധിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് അവിടെ അവതരിപ്പിച്ചത്. അതിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് സങ്കടമാണ്. അതാണ് പ്രശ്നം. ഈ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ 12 പറഞ്ഞാല് പിന്നെ 15 പറയുമ്പോൾ അദ്ദേഹത്തിന് പ്രത്യേക വികാരം ഉണ്ടാകുന്നതിന് അത് നിങ്ങളത് മനസ്സിലാക്കാത്ത എന്താണ്? ഇവിടെ ചർച്ചയ്ക്ക് ഇരിക്കുന്ന ആളുകൾ മനസ്സിലാക്കാത്ത എന്താണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. 12-ൽ പറഞ്ഞൊരു കാര്യം 15-ൽ ആവർത്തിക്കപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. 15-ൽ സംഭവിച്ചതെന്ന് വെച്ചാൽ പാർട്ടി സെക്രട്ടറി അവതരിപ്പിക്കുന്ന റിപ്പോർട്ട് സമ്പൂർണ്ണമായിട്ടും VS വധമായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അതിന്റെ ഫലമായിട്ട് അതിന്റെ സങ്കടത്തിൽ നിന്നാണ്, അതിന്റെ പ്രതിഷേധത്തിൽ നിന്ന്, സങ്കടം എന്നതിനേക്കാൾ ഉപരി പ്രതിഷേധത്തിൽ നിന്നാണ് പാർട്ടി സമ്മേളനത്തിൽ അദ്ദേഹം ഇറങ്ങിപ്പോകുന്നത്. അന്ന് ഞാൻ ഇതുവരെ ചർച്ചയ്ക്ക് ഇരിക്കുകയായിരുന്നു ടെലിവിഷൻ. അദ്ദേഹം ഇറങ്ങിപ്പോകുന്ന സമയത്ത് ആ സംഭവങ്ങളൊക്കെ കണ്ടുകൊണ്ട് അതിനോട് പ്രതികരിച്ചുകൊണ്ട് വളരെ ശക്തവും രൂക്ഷമായിട്ടുള്ള രീതിയിൽ തന്നെ എന്റെ അഭിപ്രായങ്ങൾ അവിടെ പ്രകടമാക്കുകയും ചെയ്തതാണ്. ഇതിൽ സംശയത്തിന്, നിങ്ങൾ സംശയത്തിന് പുറത്ത് തന്നെ ചർച്ച ചെയ്യുന്നത് എന്താണ് പാർട്ടിക്കകത്ത് നടക്കാൻ തുടങ്ങിയത്? പാർട്ടിക്കകത്ത് നടക്കുന്ന പ്രശ്നം അല്ല, ഇത് ഈ താങ്കൾ ഈ പറഞ്ഞ വിഷയം അന്ന് സജീവമായ ചർച്ചയായിരുന്നതാണ്. നമുക്കറിയാം, കോടിയേരി ബാലകൃഷ്ണനായാലും പിണറായി വിജയനായാലും VS-നെതിരെ സംസാരിക്കുകയും സമ്മേളനത്തിനുള്ളിൽ പറയുകയും പറ്റും ചെയ്തു. പക്ഷേ ഇപ്പോൾ ഈ സുരേഷ് കുറുപ്പിന്റെ വെളിപ്പെടുത്തലാണല്ലോ കുറച്ച് പുതുമയുള്ള ഒന്ന്. അതിൽ അദ്ദേഹം വളരെ കൃത്യമായി തന്നെ പറയുന്നു, അദ്ദേഹം നേരിട്ട അപമാനം, തൻ്റെ കൊച്ചുമകളുടെ പ്രായമുള്ള പെൺകുട്ടി, VS-ന് ക്യാപിറ്റൽ പണിഷ്മെന്റ് വേണമെന്ന് പറയുന്നു. അധിക്ഷേപം സഹിക്കാനാകാതെ VS വേദി വിട്ടു പോകുന്നു, ദുഃഖിതനായി പോകുന്നു, വേലിക്കകത്ത് വീട്ടിലേക്ക് പോകുന്നു. നേരത്തെയും നിരവധി സമ്മേളനങ്ങളിൽ ഇങ്ങനെ VS വധവും ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ ഒരുപാട് പ്രയോഗങ്ങൾ കേട്ടൊരു മനുഷ്യൻ കൂടിയാണ്. ഇവിടെ അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള പരാമർശങ്ങൾ അല്ലെങ്കിൽ വിഷമതകൾ വന്നതുകൊണ്ടായിരിക്കണമല്ലോ ഇറങ്ങിപ്പോകുന്നതിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നത്. ഞാൻ എൻ്റെ അടുത്ത് പറയുന്നത്, ഞാൻ പറയുന്നത് വെച്ചാൽ പാർട്ടി സെക്രട്ടറി തന്നെയാണ് 1.5 മണിക്കൂർ തയ്യാറാക്കി വെച്ചിരിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ട് എന്ന് പറയുന്നത് VS-നെതിരെ ആയിരുന്നു എന്നുള്ളതാണ്. ആ വധം സഹിക്കവയ്യാണ്ടാണ് ആദ്യം ഇറങ്ങിപ്പോകുന്നത്. ഈ പെൺപിള്ള പറഞ്ഞിട്ടല്ലാതെ ഇതൊക്കെ എന്ത് ചീള് കേസ് ഇതൊക്കെ പറയുന്നത് കേട്ട് ആരെങ്കിലും VS-നെ പോലുള്ള ഒരാള് അതിന്റെ അടിസ്ഥാനത്തിൽ സമ്മേളനത്തിൽ ഇറങ്ങി പോകുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ വിശ്വസിക്കാൻ പാടില്ല. മാത്രമല്ല, ഈ സമ്മേളനം നമ്മള് VS-ന്റെ എതിരെ മാത്രം നമ്മൾ കണക്കാക്കാൻ പാടില്ല. പാർട്ടി സമ്മേളനങ്ങളിൽ അതിക്ക് മുമ്പ് നടന്ന എന്താണ് പാലക്കാട് സമ്മേളനത്തില് എന്താണ് സംഭവിച്ചത്? പാർട്ടിയിലെ CIT പക്ഷം എന്ന് പറയുന്ന ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള നേതാക്കളെ മുഴുവൻ വെട്ടി നിരത്തുകയാണ് ചെയ്യുന്നത്. അതിന് ആദ്യം തുടക്കം കുറിക്കുന്നത് പിരപ്പങ്കോട് മുരളി തന്നെയാണ്. അപ്പോൾ പാർട്ടിക്കകത്ത് ഗ്രൂപ്പ് യുദ്ധങ്ങൾ ആരംഭിക്കുന്ന സമയത്ത് വളരെ ശക്തനായിട്ടുള്ള വെട്ടുകാരനായിരുന്നു പിരപ്പൻകോട് മുരളി. അദ്ദേഹം പറയുന്നത് നിങ്ങൾ എന്തിനാണ് വിശ്വസിക്കേണ്ടത്? അദ്ദേഹം വളരെ കൃത്യമായിട്ടുള്ള കാര്യം തന്നെയാണ് പറയുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് VS പക്ഷത്തിന് മാത്രമല്ല, CIT പക്ഷത്തിനെതിരെ പാർട്ടി സമ്മേളനം നടന്ന ചർച്ചകളിൽ ഈ നേതാക്കൾക്കൊക്കെ എല്ലാവർക്കുമെതിരെ അതിശക്തവും രൂക്ഷവുമായിട്ടുള്ള ഒരുപാട് ചീത്തവിളികൾ നടന്നിട്ടുണ്ട്. അത് VS-ന്റെ കൂടെ നിന്നവർക്കെതിരായിട്ടുണ്ട്, VS-നെതിരെ സംഭവിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പ്രഗത്ഭരായിട്ടുള്ള നേതാക്കൾക്കെതിരെ MM ലോറൻസ് അടക്കമുള്ള ആളുകൾ, VB ചെറിയാൻ, അതേപോലെ KN രവീന്ദ്രനാഥ് പാർട്ടിയുടെ ബുദ്ധി കേന്ദ്രമായിരുന്നു. അദ്ദേഹത്തേക്ക് വെട്ടി ഒരു സ്ഥലത്തുമല്ലാതാക്കിയത് VS ഗ്രൂപ്പുകാരെന്ന് പറയുന്ന സംഘങ്ങളാണ്. അപ്പൊ പാർട്ടിക്കകത്ത് വെട്ട് നടന്നിരുന്ന കാലഘട്ടങ്ങളിൽ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ഒരുപാട് സുഖവാസങ്ങൾ നടന്നിട്ടുണ്ട്, ഒരുപാട് ചീത്തകൾ കേട്ടിട്ടുണ്ട്. ആ ചീത്തകളൊക്കെ ഇവരെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. പക്ഷെ VS-ന് സഹിക്കാൻ പറ്റാതായത് പാർട്ടിയുടെ സെക്രട്ടറി, താൻ ഉണ്ടാക്കിയ പാർട്ടിയുടെ സെക്രട്ടറി ആയിട്ടുള്ള പിണറായി വിജയൻ പാർട്ടിയുടെ റിപ്പോർട്ട് എന്ന് പറഞ്ഞ് അവതരിപ്പിച്ചത് സമ്പൂർണ്ണമായിട്ട്
VS വധിക്കുന്നതിനും VS ഉപദ്രവിക്കുന്നതിനും റിപ്പോർട്ടാക്കി മാറ്റി എന്നുള്ളതാണ്. അതാണ് അദ്ദേഹത്തിന്റെ സങ്കടത്തിന് കാര്യം, അതാണ് അദ്ദേഹത്തിന്റെ പ്രതിഷേധത്തിന് കാര്യം. അദ്ദേഹം ഇറങ്ങിപ്പോകുന്നതിന് കാരണം അതാണ്. അല്ലാണ്ട് ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറയുന്ന ഒരു വാക്ക് അല്ല. അത് സ്വരാജ് ഉപയോഗിച്ചാലും ചിന്താചരണം ഉപയോഗിച്ചാലും അതിനെയൊക്കെ വളരെ ഈസി ആയിട്ട് തള്ളിക്കളയുന്ന പിള്ളേരെ എന്ന് പറയുന്ന ഒരു മനസ്ഥിതിയുള്ള മനുഷ്യനാണ് VS. ആ മനസ്ഥിതിയുള്ള മനുഷ്യന്റെ കൂടെ വർഷങ്ങൾ ഉണ്ടായിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് ഇത്തരത്തിൽ മാതൃഭൂമിയിൽ ലേഖനമായി അത് എഴുതുന്നത്. അത് എന്തുകൊണ്ടായിരിക്കാം സാർ? അല്ല, തീർച്ചയായിട്ടും അദ്ദേഹത്തിന് എനിക്ക് എന്റെ വളരെ അടുത്ത സുഹൃത്താണ് സുരേഷ് കുറുപ്പ്. ഈ കാര്യങ്ങളിലൊക്കെ എനിക്ക് വളരെ ബഹുമാനമുള്ളതാണ്. പക്ഷെ അവിടുത്തെ ആ നിരീക്ഷണം എന്ന് പറയുന്നത് അതുണ്ടായിരുന്നു. അതിനേക്കാൾ പക്ഷേ രൂക്ഷമായിട്ട് VS ബാധിച്ചത് എന്താണ് എന്ന് ചോദിച്ചാൽ അത് പാർട്ടി സെക്രട്ടറി അവതരിപ്പിച്ച റിപ്പോർട്ട് തന്നെയാണ്. ആ റിപ്പോർട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ആ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് കഴിയും. അതിന്റെ കൂടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാം. അത് എനിക്ക് തോന്നുന്നു സുരേഷ് കുറുപ്പ് പാർട്ടി സെക്രട്ടറിക്കെതിരെ അത്തരത്തിൽ ഒരു കാര്യം പറയേണ്ട എന്ന് കരുതിയതിന്റെ ഒരു മിതത്വം പാലിച്ചതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഈ ഒരു വാക്കിലേക്ക് തിരിഞ്ഞു എന്നാണ് ഞാൻ ആ നിരീക്ഷണത്തെ വിലയിരുത്തുന്നത്. അങ്ങനെയാണ് കേരളത്തിൽ ഏറ്റവും ബഹുമാനിക്കപ്പെടുന്ന ഒരു വ്യക്തി, ഏറ്റവും നല്ല കമ്മ്യൂണിസ്റ്റ് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരാൾ, അതാണ് സുരേഷ് കുറുപ്പ്. സുരേഷ് കുറുപ്പിന്റെ ജീവിതം നിങ്ങൾ പരിശോധിച്ചുകൊണ്ട് ഞാൻ അദ്ദേഹം പാർലമെന്റിലേക്ക് തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ സുഹൃത്ത് PK ഹരികുമാർ അദ്ദേഹത്തിന്റെ വീട്ടിൽ താമസിച്ച് ഒരു മാസക്കാലം സുരേഷ് കുറുപ്പിന് വേണ്ടി പ്രചരണം നടത്തിയ ഒരാളാണ്. ഞാൻ മഹാരാജ് കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. മഹാരാഷ്ട്രയിൽ SFIന്റെ നേതാവായിരുന്നു. എനിക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാവുന്ന ഒരാളാണ്, ഒപ്പം നടന്ന ഒരാളാണ്. ഇക്കാര്യത്തിൽ ഒരാളും അവിശ്വസിക്കേണ്ട കാര്യമില്ല. ഇതാണ് കൃത്യമായിട്ട് അതിനകത്ത് നടന്നിട്ടുള്ളത്. ആ കാലത്തെ പാർട്ടി സമ്മേളനങ്ങൾ എന്ന് പറയുന്നത് മുഴുവൻ അങ്ങനെയാണ്. എതിരെ നിൽക്കുന്നതായിട്ടുള്ള നേതാക്കളെ മുഴുവനും വലിയ തരത്തിൽ നശിപ്പിക്കുന്ന, വൃത്തികേട് വിളിച്ചു പറയുന്ന, അവരെ കൊള്ളരുതാക്കി മാറ്റി തീർക്കുന്ന തരത്തിലുള്ളതായിട്ടുള്ള സമ്മേളനങ്ങളായിരുന്നു. അതിന്റെ പിന്നാമ്പുറങ്ങളിൽ മുഴുവൻ നമുക്ക് അന്വേഷിച്ചാൽ ഇതേപോലെ ഒരുപാട് കാര്യങ്ങൾ കാണാൻ തിരിച്ചു വരാം. ശ്രീ ജയരാജിലേക്ക് പറഞ്ഞു. അതിനുമുമ്പ് ഷാജഹാൻ ശ്രീ പിയേഴ്സൺ പറഞ്ഞത്, അതായത് അത്തരം പ്രയോഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അദ്ദേഹത്തെ കൂടുതൽ വിഷമിപ്പിച്ചത് ഈ പാർട്ടി സെക്രട്ടറിയുടെ ഇത്തരത്തിലുള്ള നിരീക്ഷണങ്ങളാണ്, ഇത്തരത്തിലുള്ള വിമർശനങ്ങളാണ്. അത് തുറന്നു പറയേണ്ട എന്നുള്ള സുരേഷ് കുറുപ്പിൻ്റെ, ഇപ്പോൾ പാർട്ടിയിലുള്ള ആളാണല്ലോ, അത്തരത്തിലുള്ള മനോഗതിയായിരിക്കാം, ചിന്താഗതിയായിരിക്കാം ഒരു പക്ഷേ വിമർശനം അല്ലെങ്കിൽ VS ഇറങ്ങിപ്പോകാൻ കാരണം ഈ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന പരാമർശമാണ് പെൺകുട്ടിയുടെ എന്ന തരത്തിലേക്ക് വ്യാഖ്യാനിക്കപ്പെട്ടതെന്നുള്ളതാണ്. രഞ്ജിത്ത്, ഇതിനകത്ത് ഞാൻ ഈ ചർച്ച വഴിതിരിച്ചു വിടാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല, അതിലെനിക്ക് താല്പര്യവുമില്ല. പക്ഷെ VS ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണം എന്ന് പറയുന്നത് ചോദിച്ചത്. വരാം ജയരാജ് സാറിലേക്ക് വരാം. സാറിലേക്ക് വരാം. VS ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കുന്നത് VS വളരെ ചീള് കേസാണെന്ന് പറയുന്നതിനോടൊന്നും എനിക്ക് യോജിക്കാൻ കഴിയുന്നില്ല. കാരണം അത് ചീള് കേസായിരുന്നെങ്കിൽ 2012 VS പൊതുയോഗത്തിൽ അതിന് മറുപടി പറയില്ലല്ലോ. അപ്പം അതുകൊണ്ട് അത് ചീള് കേസാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പിന്നെ ഞാനൊരു തർക്കത്തിനൊന്നും ഞാൻ ഇപ്പം മുതിരുന്നില്ല. സുരേഷ് കുറുപ്പ് പറഞ്ഞത് എന്താണ്? സുരേഷ് കുറുപ്പ് പറഞ്ഞത് തൻ്റെ കൊച്ചുമകളുടെ പ്രായമുള്ള ഒരു പെൺകുട്ടി തനിക്ക് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് നൽകണം എന്ന് പറഞ്ഞപ്പോൾ അതിൽ വേദനിച്ച് VS അച്യുതാനന്ദൻ ഇറങ്ങിപ്പോയി എന്നാണ്. അത് കേൾക്കുന്ന ആളുകൾക്കൊക്കെ, ബഹുഭൂരിപക്ഷ ആളുകൾക്കും അത് ശരിയാണെന്ന് തോന്നും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതേസമയം തന്നെ VS വധമായിരുന്നു പിന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതിനെ തള്ളിക്കളയാനൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷേ VS കേട്ട ലോകത്തിലെ ഏറ്റവും വലിയ വിമർശനം എന്ന് പറയുന്നത് ആലപ്പുഴ സമ്മേളനത്തിൽ പിണറായി വിജയൻ നടത്തിയതാണ്, പിന്നെ വിമർശനമാണ് എന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. പിന്നെ ഈ പാർട്ടിയിലുള്ള വിഭാഗീയത സംബന്ധിച്ചിട്ടൊന്നും അതിനകത്തേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഇപ്പോൾ പിരപ്പങ്കോട് മുരളി തന്നെ അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ ഈ 1998 പാർട്ടി സമ്മേളനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആ പാർട്ടി സമ്മേളനത്തെക്കുറിച്ച് പിരപ്പങ്കോട് മുരളി പറഞ്ഞതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് 1996 മുഖ്യമന്ത്രിയാവേണ്ടിയിരുന്ന VS മാരാരിക്കുളത്ത് ഈ CITU പക്ഷക്കാർ വെട്ടിത്തോൽപ്പിച്ചു. മുഖ്യമന്ത്രിയാകേണ്ട ആളായിരുന്നു VS. ആ വിരോധം VS ഉണ്ടായിരുന്നില്ല. അതാണ് പിരപ്പങ്കോട് മുരളിയുടെ ലേഖനം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. പിരപ്പങ്കോട് മുരളി പറഞ്ഞത് ആ വിരോധം VS ഉണ്ടായിരുന്നില്ല, പക്ഷെ ഞങ്ങൾ കുറച്ച് പേർക്കുണ്ടായിരുന്നു. ആ വിരോധം, മുഖ്യമന്ത്രിയായിരുന്ന VS തോൽപ്പിച്ച വിരോധം 1998 പാർട്ടി സമ്മേളനത്തിൽ ഞങ്ങൾ തീർക്കുകയാണ് ചെയ്തത്. അത് VS അറിയില്ലായിരുന്നു. പ്രഗത്ഭർ ഒരുപാട് പേര് തോറ്റു. അതിലെനിക്ക് ഈ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ വിഷമമുള്ളത് KN രവീന്ദ്രനാഥ് എന്ന് പറഞ്ഞ പാർട്ടിയുടെ ബുദ്ധി കേന്ദ്രം തോറ്റു എന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നെ പിരപ്പങ്കോട് മുരളി കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പിരപ്പങ്കോട് മുരളിയെ അങ്ങനെ വെട്ടുകാരൻ എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിക്കുന്നത് അതൊരു ശരിയായിട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ സുരേഷ് കുറുപ്പിനെ സംബന്ധിച്ചിടത്തോളം സുരേഷ് കുറുപ്പിന് തോന്നിയ കാര്യങ്ങൾ അയാൾ പറഞ്ഞു, അത് ശരിയാണെന്ന് തന്നെയാണ് പൊതുമണ്ഡലവും വിശ്വസിക്കുന്നത്. ജയരാജ, ഇവിടെ ഈ ജീവിച്ചിരുന്ന VS നേതാക്കളെ
CPM നേതാക്കളെ കുറച്ചുകൂടി പ്രതിരോധത്തിലാക്കുന്നുണ്ടോ മരിച്ച VS എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ മരണശേഷമാണല്ലോ ഇത്തരം കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത്. അതിന് മറുപടി പറയാൻ തുടർച്ചയായി CPM നേതാക്കൾ രംഗത്ത് വരുന്നു. പക്ഷേ അപ്പോഴും VS-നോടുള്ള സ്നേഹവും ആദരവും ഒന്നും ഒട്ടും കുറച്ച് കാണാതെയാണ് അത്തരം മറുപടികൾ എന്നുകൂടി ചേർത്ത് വെക്കണം. നമുക്കറിയാം ഈ VS-ൻ്റെ ഒരു രീതി, ഒരു കാലത്ത് പാർട്ടിയെ തള്ളി പറയാത്ത ഒരു നേതാവ് പാർട്ടിയെ വെല്ലുവിളിച്ചിട്ടില്ല, പാർട്ടി വിട്ടിട്ടില്ല, പാർട്ടിക്കെതിരെ പറഞ്ഞിട്ടില്ല. അങ്ങനെ സർവം പാർട്ടിയായ ഒരു നേതാവിനെതിരെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിച്ചത് സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ എന്നുള്ളതാണ് വെളിപ്പെടുത്തലായി വരുന്നത്. VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന വ്യക്തിത്വം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വത്താണ്. അതിനോടൊപ്പം തന്നെ കേരള പൊതുസമൂഹത്തിന്റെയും സ്വത്താണെന്നുള്ള കാര്യത്തിൽ ആർക്കും തള്ളിക്കളയാനാവാത്ത വസ്തുതയാണ്. അദ്ദേഹത്തിനെ പോലെ ഒരാൾ ഇനി ഉണ്ടാവണമെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഇനി കുറേയധികം വർഷങ്ങൾ ജീവിച്ചിരിക്കേണ്ടുന്ന കാര്യം വേണ്ടിവരും. ഒരുപാട് നാളുകളുണ്ടായാലും ഇതുപോലൊരു പ്രതിഭാസം, ഫിനോമിന എന്നൊക്കെ പറയുന്ന രീതിയിലുള്ളൊരു നേതാവാണ് VS അച്യുതാനന്ദൻ. ഈ അടുത്തു വന്ന പരാമർശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു വസ്തുത ഉണ്ടാകുമ്പോൾ ഇത് ആർക്കാണ് പ്രയോജനം, ഇങ്ങനെ ഒരു വിവാദം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് ആർക്കാണ് പ്രയോജനമെന്ന് നമ്മൾ പരിശോധിക്കുമ്പോഴാണ് ഇതിന്റെ ഉള്ളുകളികൾ നമുക്ക് വ്യക്തമായിട്ട് ബോധ്യപ്പെടാനായിട്ട് പറ്റത്തുള്ളൂ. ഒന്ന്, പണ്ട് പാർട്ടി സമ്മേളനങ്ങളൊക്കെ പറയുമായിരുന്നു, മുതിർന്ന നേതാക്കളെ കുറിച്ച് പറയുമ്പോൾ ചർച്ച ചെയ്യുമ്പോൾ പറയും വാഴകൃഷിക്കാരന്റെ മനോഭാവം. വാഴകൃഷിക്കാരന്റെ മനോഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കന്നുകളെ ചവിട്ടി അരച്ചാലേ വലിയ കൊല വരത്തുള്ളൂ. അപ്പൊ ചെറിയ കന്നുകളെ ചവിട്ടി അരയ്ക്കുന്ന, ചെറിയ കന്നുകളെ ചവിട്ടി അരയ്ക്കുന്ന, ചെറിയ വാഴക്കന്നുകളെ ചവിട്ടിയരയ്ക്കുന്ന സമീപനം സ്വീകരിക്കരുത് എന്ന് പല പാർട്ടി സമ്മേളനങ്ങളിലും പല ആളുകളും ഉദ്ധരിച്ച്, പല മുതിർന്ന നേതാക്കളും ഉദ്ധരിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ അതിന് തൊട്ടു താഴെയുള്ള നേതാക്കൾ ചില രീതിയിലൊക്കെ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് രണ്ടുപേരുടെ പേരാണ് പരാമർശിച്ചത്. ഒന്ന് M സ്വരാജിന്റെ കേസും അതുപോലെ തന്നെ ശ്രീമതി ചിന്താ ജെറോമിന്റെ കേസുമാണ്. ഇതിന്റെ കുറച്ചുകൂടെ നമ്മൾ പുറകോട്ട് പോയി കഴിഞ്ഞാൽ ചിന്തയാണെന്ന് ഉറപ്പിക്കണ്ട. ഓക്കെ, ഇങ്ങനെ രണ്ടുപേരുടെ പേരാണ് ഇതിന് ഈ പൊതുമണ്ഡലത്തിൽ ഈ അടുത്ത സമയത്ത് പൊങ്ങി വന്നത്. ഈ രണ്ട് പേരുകളാണ് കൂടുതലും പൊന്തി വന്നത്. അതിനു മുമ്പ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ EMS നമ്പൂതിരിപ്പാടിനെ കുറിച്ച് ഇതുപോലെ ആ സമയത്തുണ്ടായിരുന്ന ഒരു യുവ നേതാവ് പഴകി ദ്രവിച്ച കമ്പ്യൂട്ടർ എന്ന് വിശേഷിപ്പിച്ചെന്ന് ഒരു വലിയ വിവാദം ഉണ്ടായിരുന്നു. കുറെ അധികം വർഷങ്ങളെടുത്തു ആ നേതാവ് അതിൽ നിന്ന്, ആ ഒരു ആരോപണത്തിൽ നിന്ന്. അതായത് EMS-നെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കേരളത്തിലെ പാർട്ടി സഖാക്കൾക്കും പാർട്ടി അനുഭാവികൾക്കും ഉണ്ടാവുമെന്ന് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ആളുകൾ ഉണ്ടാക്കിയെടുത്തൊരു നറേറ്റീവാണ് പഴകി ദ്രവിച്ച കമ്പ്യൂട്ടറിനെ EMS-നെ കുറിച്ച് ഉപമിച്ചു, ഒരു സമ്മേളനത്തിന് ഉപമിച്ചു എന്ന് പറഞ്ഞൊരു വാർത്ത. അതിനുശേഷം പിന്നീട് വന്ന ഏറ്റവും വലിയ നറേറ്റീവാണ് ഈ പറഞ്ഞത് കണക്കോലെ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്നുള്ള വേർഡ്. അത് അതിന്റെ അർത്ഥത്തിൽ മാത്രം കണ്ടാൽ മതി. കാരണം ഈ സമ്മേളനത്തിൽ പങ്കെടുത്തവരെ ബഹുഭൂരിപക്ഷ ആളുകളും പറയുന്നു അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. പിന്നെ ഇതിനകത്ത് എന്തുകൊണ്ടാണ് ഈ മുതിർന്ന നേതാക്കളായിട്ടുള്ള ശ്രീ സുരേഷ് കുറുപ്പാണെങ്കിലും ശരി, ശ്രീ പിരപ്പൻകോട് മുരളി സാഹാണെങ്കിലും ശരി, അങ്ങനെയൊക്കെയുള്ള തുറന്ന പറച്ചിലുകൾ ഉണ്ടാവുന്നതെന്നുള്ളത് അവരെ വ്യക്തമായിട്ട് പാർട്ടി അവരെ വിളിച്ച് ചോദിക്കുകയോ അതിനെക്കുറിച്ച് ക്ലാരിഫിക്കേഷൻ വരുത്തുകയൊക്കെ വേണ്ടുന്നതാണ്. പക്ഷെ പൊതുവെ അങ്ങനെയുള്ള ഒരു സമ്മേളനത്തിൽ ഇങ്ങനെ ഒരു ചർച്ച ഉണ്ടാവുകയാണെങ്കിൽ ഇതെല്ലാം മിനിറ്റ്സ് ചെയ്യുന്നതാണ്. പാർട്ടി സമ്മേളനത്തിൽ പുറത്തുവിടാൻ വെല്ലുവിളിച്ചിട്ടുണ്ട്. മാധ്യമങ്ങൾക്ക് ഈ പറഞ്ഞ ഈ നേരത്തെ പിരപ്പൻകോട് മുരളിയൊക്കെ ആ മിനിറ്റ്സ് പുറത്തുവിടാൻ വെല്ലുവിളിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് സംഭവിച്ചത് വ്യക്തമാകുമല്ലോ. പക്ഷെ അതിനോടൊന്നും പാർട്ടി നേതൃത്വം പ്രതികരിച്ചിട്ടില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അതിനുശേഷം പിരപ്പൻകോട് മുരളിയൊക്കെ പാർട്ടി സെക്രട്ടറി കളിയാക്കിയത് തന്റെ പുസ്തകം വിറ്റുപോകാനുള്ള ഒരു ഗിമ്മിക്കായാണ്. തന്റെ പുസ്തകം വിറ്റുപോകാൻ, പാർട്ടിയെ ദുർബലപ്പെടുത്താൻ, മാധ്യമ അജണ്ട എന്നൊക്കെ പറഞ്ഞാണ് വിലയിരുത്തുന്നത്. അത് വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമായിരിക്കും. എനിക്ക് അത്തരത്തിലുള്ള അഭിപ്രായമൊന്നുമില്ല. ഈ പറഞ്ഞത് കണക്കോലെ 50-ലധികം പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ശ്രീ പിരപ്പൻകോട് മുരളിയെ പോലെ മുതിർന്ന ഒരു സഖാവിന് ഇങ്ങനെ ഒരു പുസ്തകം വിറ്റുപോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു കാര്യം ഉണ്ടാക്കണമെന്ന സ്ഥിതിയൊന്നും ഇല്ലെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ അതിനോടൊപ്പം തന്നെ നമ്മൾ നോക്കിക്കാണേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു വസ്തുത, ഇത് പ്രയോജനം ചെയ്യുന്ന ആരെയാണ്? ഇന്നലെ തിരുവനന്തപുരത്ത് ഒരു സംഭവം ഉണ്ടായി. പാലോട് രവിയുടെ ഒരു ഫോൺ സംഭാഷണം ചോർന്നു. ആ ചോർന്നതിന് ശേഷം കോൺഗ്രസ് അധികാരത്തിൽ വരുത്തില്ല എന്ന് ഉറപ്പിച്ചൊരു പാർട്ടി ജില്ലാ സെക്രട്ടറി പറയുകയാണ്, കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി. അത് ഇന്ന് രാഷ്ട്രീയ ചർച്ചയായില്ല. ഇന്ന് രാഷ്ട്രീയ ചർച്ചയായത് എല്ലാ ചാനലുകളിലും ഈ പറഞ്ഞ ഈ പരാമർശമാണ് വലിയ ചർച്ചയായിട്ട് കൊണ്ടാടുന്നത്. അതിനൊരു അജണ്ടയുണ്ട്.
ഏറ്റവും കൂടുതൽ മാധ്യമങ്ങൾ അല്ല സാർ, ഇതൊക്കെ പറയുന്നത് ആദ്യം പുറത്തു വന്ന മാധ്യമങ്ങളൊന്നും അല്ലെന്നേ. സി പി എമ്മിനോടൊപ്പം നിന്നിരുന്ന മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം, മുൻ എത്രയോ വർഷം MLA ആയിരുന്ന ആളുകളൊക്കെയാണ് ഇത് തുറന്നു പറയുന്നത്. അപ്പോൾ മാധ്യമങ്ങൾ ചർച്ചയാക്കാൻ എന്ത് ചെയ്യും? പ്രയോറിറ്റി അനുസരിച്ച് പ്രയോറിറ്റി എന്തായാലും ഇടതുപക്ഷത്തിന് ഗുണം ചെയ്യാനോ ഇടതുപക്ഷത്തിന് നല്ലത് വരുത്താനോ ഉണ്ടാക്കുന്ന വാർത്തകളല്ലല്ലോ ഇത്. സ്വാഭാവികമായിട്ടും ഇടതുപക്ഷത്തിന് എന്തെങ്കിലും പ്രയോജനം ചെയ്യുന്ന വാർത്തയൊന്നും അല്ലല്ലോ. കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ ചട്ടക്കൂടിന് അല്ലെങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷത്തിന് മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന വാർത്തയല്ല. തീർച്ചയായും ഇടതുപക്ഷത്തിന്റെ പ്രതികൂട്ടത്തിൽ നിർത്തുന്ന ഒരു വാർത്തയാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ. ഇത്തരത്തിലുള്ള വാർത്തകളുടെ ഒരു മലവെള്ള പാച്ചിലൂടെയാണ് കഴിഞ്ഞ 5 വർഷത്തിലൂടെ കേരളം കടന്നുപോയിട്ടുള്ളത്. എന്ത് നല്ല കാര്യം ചെയ്താലും 90% വാർത്തകളും ഇടതുപക്ഷത്തിന് എതിരായിട്ടാണ് വാർത്തകൾ അങ്ങനെയാണ് സൃഷ്ടിച്ചുവിടുന്നത്. ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ട ഒരു നേതാവ് എന്ന് പറയുന്നത് വീണ ജോർജാണ്, ഇത് ആരോഗ്യവകുപ്പ് മന്ത്രി. അവര് മാധ്യമപ്രവർത്തകയാണെന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത. അപ്പൊ മാധ്യമപ്രവർത്തകയായിട്ടുള്ള അവരെ പോലും വെറുതെ വിടാതെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരു രീതിയാണ് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് കേരളത്തിലെ മാധ്യമപ്രവർത്തകർ എന്നുള്ള രീതിയിൽ. പാർട്ടി സമ്മേളനങ്ങളാകുമ്പോൾ അതിനകത്ത് വിമർശനങ്ങളുണ്ടാവും, സ്വയം വിമർശനങ്ങളുണ്ടാവും, ഇതുപോലെയുള്ള ആരോപണങ്ങളുണ്ടാവും, പ്രത്യാരോപണങ്ങളുണ്ടാവും. അത് വേർഡ് ബൈ വേർഡായിട്ട് എടുത്തിട്ട് അത് ചർച്ചയാക്കണമെന്ന കാര്യങ്ങളൊന്നുമില്ല. അതാ പാർട്ടി സമ്മേളനത്തിന്റെ പൊതു സ്വഭാവം അനുസരിച്ച് അത്തരത്തിലുള്ള ചർച്ചകളുടെ രീതിയും മാറും. ചിലപ്പോൾ സൈദ്ധാന്തികമായ ചർച്ചകൾ നടക്കും, ചിലപ്പോൾ വ്യക്തിപരമായ ചർച്ചകൾ നടക്കും, ചിലപ്പം വളരെ സങ്കുചിതമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ നടക്കും. ഇങ്ങനെ പലതരത്തിലുള്ള ചർച്ചകൾ ചേരുന്നതാണ് കാര്യം. പലതരത്തിലുള്ള ആളുകളുടെ ഒരു തീസിസും ആന്റി തീസിസും കൂടി ചേരുമ്പോഴാണല്ലോ നമ്മൾ പറയുന്ന ഈ സിന്തസിസ് ഉണ്ടാവുന്നത്. അത്തരം സിന്തസിസ് കൃത്യമായ സമ്മേളനങ്ങൾ നടത്തുകയോ അതിന് തീരുമാനങ്ങൾ എടുക്കുകയും അടുത്ത 5 വർഷം അല്ലെങ്കിൽ അടുത്ത സമ്മേളന കാലയളവിലുള്ള പരിപാടികൾ തീരുമാനിക്കുകയൊക്കെ ചെയ്യുന്നതാണ് പാർട്ടി സമ്മേളനങ്ങൾ. അത് ബ്രാഞ്ച് തലത്തിൽ തൊട്ട് ലോക്കൽ തലത്തിൽ തൊട്ട് ഏരിയ തലത്തിൽ തൊട്ട് ജില്ലാ തലത്തിൽ തൊട്ട് സംസ്ഥാന തലമാണെങ്കിൽ ശരി, സെൻട്രൽ കമ്മിറ്റി ആണെങ്കിലും ശരി, പോളിറ്റ് ബ്യൂറോ ആണെങ്കിലും അങ്ങനെയാണ് ചെയ്യുന്നത്. അതിനകത്തുള്ള വാക്കുകൾ അടർത്തിയെടുത്തിട്ട് ഇതേതോ മഹാപാതകമായി പോയി എന്നൊക്കെ പറയുന്ന വ്യാഖ്യാനിക്കുന്നതിനോട് ശ്രീത്ത് അങ്ങനെ കണ്ടാൽ മതിയോ അതിനെ? കാരണം VS-നെ പോലെ നേതാവിനെ അദ്ദേഹം ഇപ്പോൾ 2 വ്യാഖ്യാനങ്ങൾ. ഒന്ന്, പാർട്ടി സെക്രട്ടറി നടത്തിയ വലിയ വിമർശനങ്ങൾ, അത് അദ്ദേഹത്തിനെ വല്ലാതെ വേദനിപ്പിച്ചു. നേരത്തെയും വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ നേതാവാണ്. ഒപ്പം ഈ പറഞ്ഞ വനിതാ നേതാവിൻ്റെ ക്യാപിറ്റൽ പണിഷ്മെന്റ് പ്രയോഗം നേരത്തെയുള്ള തിരുവനന്തപുരം സമ്മേളനത്തിൽ അദ്ദേഹം കേട്ടതാണ്, അന്ന് ഇറങ്ങിപ്പോയില്ല. പക്ഷേ അദ്ദേഹത്തെ പലപ്പോഴും വേദനിപ്പിച്ചത് ഈ പ്രധാനപ്പെട്ട നേതാക്കൾ, ഡയസിലുള്ള നേതാക്കൾ, ഈ ജൂനിയറായിട്ടുള്ള ആളുകൾ ഇത്തരത്തിൽ വിമർശിക്കുമ്പോൾ മിണ്ടാതിരിക്കുന്നു, അല്ലെങ്കിൽ ചിരിയോടുകൂടി അതിനോട് പ്രതികരിക്കുന്നു. അത്തരം സംഭവങ്ങളൊക്കെ വരുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന് ഇറങ്ങിപ്പോകേണ്ട പശ്ചാത്തലം ഒരുങ്ങി എന്നുള്ളതാണ്. ഈ പറഞ്ഞതുപോലെ VS-ന് മരിച്ചു കഴിഞ്ഞ VS ഇപ്പോഴും നമ്മുടെ പൊതു സംസ്ഥാന രാഷ്ട്രീയത്തിൽ എത്രത്തോളം പ്രസക്തനാണെന്ന് നമുക്കറിയാം. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ പേരുകൾ, അദ്ദേഹവുമായി ബന്ധപ്പെട്ട് എന്തും വേണ്ടി കാര്യങ്ങൾ നമ്മൾ ഓരോ ദിവസവും കേൾക്കുന്നു. അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ നടത്തിയ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടക്കുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ മരിച്ച VS ഇപ്പോഴും കുറച്ചുകൂടി ശക്തനായി CPM-ലെ തൻ്റെ എതിരാളികളെ വല്ലാതെ വേട്ടയാടുന്നു, അല്ലെങ്കിൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നു എന്നുള്ള വ്യാഖ്യാനങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മൾ റിയാലിറ്റി നോക്കിക്കഴിഞ്ഞാൽ അത് സത്യവുമാണ്. കാരണം അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷമാണ് ഈ പറയുന്ന വെളിപ്പെടുത്തലുകളൊക്കെ തന്നെ വരുന്നത്. അത് പാർട്ടിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നുണ്ട് എന്നതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് അറിയുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെ മുതിർന്ന നേതാക്കളുടെ ഭാഗത്തു നിന്നുള്ള ഒരു പിന്തുണ, മുതിർന്ന നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വിമർശനം, താരതമ്യേന പുതുതായിട്ടുള്ള ആൾക്കാരും അത് ഏറ്റെടുക്കുന്നു എന്ന രീതിയിലത്തേക്കുള്ള ഒരു കാര്യത്തിന്റെ ഒരു കോമ്പിനേഷൻ, ഈ കോമ്പിനേഷനാണ് VS-നെ ഒരുപക്ഷെ അസ്വസ്ഥരാക്കിയിട്ടുള്ളത്. അതുകൊണ്ടാവും അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. അതല്ലാതെ ഒരു യുവ വനിതാ നേതാവ് സംസാരിച്ചപ്പോൾ അത് ചീളുകേസ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കരുതും എന്ന് ഞാൻ കരുതുന്നില്ല. അത് അദ്ദേഹത്തിനെ വിഷമിപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം അങ്ങനെ ആയിരുന്നുവെങ്കിൽ 2012 നമ്മൾ പോയി കഴിഞ്ഞാൽ ആ സമയത്ത് മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിരുന്നത് ശ്രീ സ്വരാജ് ആണ് ഇത് പറഞ്ഞത് എന്നാണ്. അന്ന് സ്വരാജ് ആരായിരുന്നു? ആ സമ്മേളനം നടക്കുന്നതിന്റെ തൊട്ട് തലേ വർഷം മാത്രം DYFIയുടെ ചുമതലയിലേക്ക് വന്നിരിക്കുന്നത്, അതായത് സംസ്ഥാന ചുമതലയിലേക്ക് ഉയർത്തപ്പെട്ടിരിക്കുന്ന ഒരു നേതാവ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ വളരെ സീനിയർ ആയിട്ടുള്ള ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം ചീള് കേസാണ്. പ്രായം കൊണ്ട് അന്ന് അദ്ദേഹത്തിന് എത്ര പ്രായം ഉണ്ടാവും? ഏറെ വന്നാൽ ഒരു 32-33 വയസ്സ് കാണും അന്ന് അദ്ദേഹത്തിന്റെ പ്രായം. അപ്പൊ താരതമ്യേന വളരെ ചെറുപ്പക്കാരനായിട്ടുള്ള, വളരെ ജൂനിയർ ആയിട്ടുള്ള ഒരാൾ, ഒരു MLA പോലും ആയിട്ടില്ല. അദ്ദേഹം MLA ആവുന്നത് 2016-ലാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരാളിന്റെ ഒരു പരാമർശം അവിടെ ഉണ്ടാവുകയാണെങ്കിൽ അതിനെയും ചീള് കേസ് എന്ന് പറയാമായിരുന്നു. പക്ഷേ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ കൂടിയിരുന്ന ആൾക്കാരുടെ മുന്നിൽ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ എന്നെ വിരട്ടാൻ നോക്കേണ്ട എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അത് എത്രത്തോളം പ്രസക്തമായിരുന്നു, VS-നെ അത് എത്രത്തോളം ബാധിച്ചു എന്നതിനെ കുറിച്ച് കൃത്യമായി അറിയാവുന്നതുകൊണ്ടാണ് കോടിയേരിയും അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ആ വാക്കുകളെല്ലാം തന്നെ പറയേണ്ടി വന്നത്. 2015 ആലപ്പുഴ സമ്മേളനത്തിലേക്ക് വരുമ്പോൾ കേവലം ഒരു സമ്മേളനം എന്നതിലും ഉപരിയായിട്ട് അന്നുണ്ടായിരുന്ന ചില സാഹചര്യങ്ങൾ കൂടി നമ്മൾ പരിഗണിക്കണം. ഒന്നാമത്
ശ്രീ പിണറായി വിജയനും VS അച്യുതാനന്ദനും തമ്മിലുണ്ടായിരുന്ന ആഭ്യന്തരമായിട്ടുള്ള ഒരു പടലപ്പിണക്കം എന്നത് അതിന്റെ ഉച്ചസ്ഥായിയിൽ എത്തിയിരിക്കുന്ന ഒരു സമയം. ശ്രീ വിജയനോടുള്ള ഒരു വിമർശനം അന്ന് ഒരു കത്ത് വഴി അദ്ദേഹം പോളിറ്റ് ബ്യൂറോയിലേക്ക് അയക്കുന്നു. ആ കത്ത് ലീക്കാവുന്നു. പിന്നെ രഞ്ജിത്തിന് ഓർമ്മയുണ്ടാകും, അത് നമ്മുടെ നാട്ടിൽ ഒരു പത്രത്തിന് അച്ചടിച്ചു വരുന്നു. അങ്ങനെ വന്നതിന് ശേഷം അത് VSന് വലിയൊരു ക്ഷീണം ഉണ്ടാക്കുന്നു. അല്ലെങ്കിൽ ഈ രണ്ടുപേരും തമ്മിലുള്ള ഒരു പ്രശ്നം മറനീക്കി പുറത്തു വരുന്നത് വ്യാപകമായി റിപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് അത് വരുന്നു. അന്ന് അദ്ദേഹം പാർട്ടിയുടെ മുന്നിൽ വെച്ചു എന്ന് പറയപ്പെടുന്ന, മാധ്യമങ്ങൾ വ്യാപകമായി റിപ്പോർട്ട് ചെയ്തിരുന്ന 3 ഡിമാൻഡുകളുണ്ട്. അതിൽ ഒരു ഡിമാൻഡ് അദ്ദേഹത്തിനെതിരെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പാസ്സാക്കിയിരിക്കുന്ന പ്രമേയം പിൻവലിക്കുക എന്നുള്ളതായിരുന്നു. 2, ആ പ്രമേയം തയ്യാറാക്കി അവതരിപ്പിച്ചിരിക്കുന്ന ആൾക്കാർക്കെതിരെ നടപടിയെടുക്കുക എന്നുള്ളതായിരുന്നു. 3, TP വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്ന ആൾക്കാരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളതായിരുന്നു. ഈ 3 കാര്യങ്ങളോടും പാർട്ടി ഏത് രീതിയിലാണ് പ്രതികരിച്ചതെന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ ഈ പശ്ചാത്തലത്തിലാണ് ഈ ആലപ്പുഴ സമ്മേളനം നടക്കുന്നത്. അന്നുണ്ടായിരുന്ന ഈ പ്രമേയത്തിൽ എന്തായിരുന്നു പറഞ്ഞിരുന്നത്? പാർട്ടി വിരുദ്ധ മാനസിക നിലയിലേക്ക് ശ്രീ VS അച്യുതാനന്ദൻ എത്തി എന്ന തരത്തിലുള്ള രീതിയിലേക്കുള്ള കടുത്ത വിമർശനം അദ്ദേഹത്തിന് നേരെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഈ സമ്മേളനം ആലപ്പുഴയിൽ നടക്കുകയും അതിന്റെ 2ാം ദിവസം നടന്നിരുന്ന പൊതുചർച്ച നടക്കുകയും ചെയ്യുന്നത്. ആ പൊതുചർച്ച നടന്നിരുന്ന സമയത്ത് എന്താണ് നടന്നിരുന്നത് എന്ന് അന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. ആദ്യം സംസാരിച്ച 5 പ്രതിനിധികൾ, ഈ 5 പേരും VSനെ അതിരൂക്ഷമായിട്ട് വിമർശിക്കുകയാണ്. VSനെതിരെ നടപടിയെടുക്കണം എന്ന് ഇവർ ആവശ്യപ്പെട്ടു എന്നാണ് റിപ്പോർട്ട് വന്നിരുന്നത്. 6ാമത്തെ പ്രതിനിധി സംസാരിച്ച് തുടങ്ങിയപ്പോൾ VS അവിടെ നിന്ന് എണീറ്റ് ഇറങ്ങിപ്പോവുകയായിരുന്നു എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഇനി ഞാൻ പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വേദി വിട്ട് ഇറങ്ങിപ്പോയി. 2 കിലോമീറ്റർ അപ്പുറത്ത് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയി എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ അത് ജൂനിയർ വനിതാ നേതാവാണോ മറ്റാരെങ്കിലും ആണോ എന്നറിയില്ല. പക്ഷെ അന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് 5 പേര് വിമർശിച്ചു, 6ാമത്തെ ആൾ എണീറ്റ് നിന്ന് ഇതേപോലെ തന്നെ സംസാരിക്കുന്ന സമയത്ത് ഇദ്ദേഹം ഇറങ്ങിപ്പോയി എന്നാണ്. എന്നിട്ട് അന്ന് തന്നെ വന്നിരുന്ന, ഞാൻ ഇന്ന് ചെക്ക് ചെയ്തതാണ്, മാധ്യമ വാർത്തകളിൽ പറയുന്നത് ഈ പ്രതിനിധി സമ്മേളനങ്ങളിൽ ഉയർന്നിരിക്കുന്ന വിമർശനങ്ങളെല്ലാം അദ്ദേഹത്തിനെ വിഷമിപ്പിച്ചു എന്നാണ്. എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും പണ്ട് പറഞ്ഞിരുന്ന ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറയുന്ന കാര്യം ഇപ്പോഴും ആൾക്കാർ പറയുന്നു, താരതമ്യേന ജൂനിയർ ആയിട്ടുള്ള ആൾക്കാരും പറയുന്നു. ഒപ്പം അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്ന പല ഡിമാൻഡുകളും അംഗീകരിക്കപ്പെടുന്നില്ല. ആ ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകുന്ന സമയത്ത് VS സ്വാഭാവികമായിട്ടും അസ്വസ്ഥനാകും. അദ്ദേഹത്തിന്റെ പ്രായം അതാണ്. അദ്ദേഹം 2012 അസ്വസ്ഥനായതാണ്. അതിൽ യാതൊരു വിധത്തിലുള്ള മാറ്റവും ഉണ്ടാകാതെ ഈ റിഫ്റ്റ് അതിന്റെ ഉച്ചസ്ഥായിയിലേക്ക് എത്തുകയും ഈ രീതിയിലത്തേക്ക് തനിക്ക് യാതൊരു വിധത്തിലുള്ള ഗ്രിപ്പും ഇല്ലാത്തതുപോലെ വിമർശിക്കുന്ന, സംസാരിക്കുന്ന ആൾക്കാർ ജൂനിയർ ആണോ സീനിയർ ആണോ അതിൽ വ്യത്യാസമില്ലാതെ എല്ലാവരെയും തന്നെ ഈ പദം അദ്ദേഹം അന്ന് വിമർശിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന, തന്നെ അങ്ങനെ ഭയപ്പെടുത്തേണ്ട എന്ന് പറയാൻ ഉപയോഗിച്ചിരുന്ന അതേ വാക്ക് ഇപ്പോൾ ഉപയോഗിക്കുന്നു എന്ന രീതിയിലത്തേക്ക് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ട് എങ്കിൽ പിന്നെ അദ്ദേഹം അതൊക്കെ കേട്ടിട്ട് അവിടെ ഇരിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ ഇരിക്കേണ്ടുന്ന ആളല്ല. നമ്മൾ ഈ VSന്റെ വലുപ്പത്തിനെ പറ്റി പറയുമ്പോൾ ഇങ്ങനെ താരതമ്യേന ജൂനിയർ ആയിട്ടുള്ള ഒരാളിനെ കൊത്തിക്കീറാനായിട്ട് ഇട്ടുകൊടുക്കേണ്ടതാണോ VS എന്ന് പറയുന്ന ഒരു വ്യക്തിയെ എന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം ഇവിടെ ഉണ്ട്. അപ്പോ ആത്മാഭിമാനമുള്ള ഏതൊരു വ്യക്തിയാണെങ്കിലും ആ സമയത്ത് ഇറങ്ങി പോവുക തന്നെ വേണം. ഈ ആത്മാഭിമാനം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം നമ്മൾ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുക എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം മരിച്ചതിന് ശേഷമല്ല, അദ്ദേഹം ജീവിച്ചിരിക്കുന്ന സമയത്ത് പാർട്ടി അദ്ദേഹത്തിന് ഏത് രീതിയിലേക്ക് ട്രീറ്റ് ചെയ്തു എന്നതും പ്രധാനമാണ്. ഇപ്പൊ ഇന്ന് കണ്ണീര് വാർക്കുന്ന പല നേതാക്കന്മാരും ആ സമയത്ത് അദ്ദേഹത്തിനോട് എങ്ങനെയാണ് പെരുമാറിയിരുന്നത് എന്നതിനെ കുറിച്ച് ആലോചിച്ച് നോക്കുക. കഴിഞ്ഞ 7-8 വർഷമായിട്ട് VS സംസാരിക്കുന്നില്ല എന്നതിനെ ഒരു ആനുകൂല്യമായിട്ട് എടുത്തിരിക്കുന്ന ആൾക്കാർ വരെ ഇവിടെ ഇല്ലേ? അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ VSന് അന്ന് ദുഃഖിക്കാനുള്ള, വിഷമിക്കാനുള്ള എല്ലാ കാരണങ്ങളും ഉണ്ടായിരുന്നു. പാർട്ടിയിൽ തന്റെ ഗ്രിപ്പ് നഷ്ടപ്പെടുന്നു എന്നുള്ള പൂർണ്ണമായിട്ടുള്ള തിരിച്ചറിവുണ്ടായിരുന്നു. ഇനി ഇത് കേട്ടുകൊണ്ട് ഇവിടെ ഇരിക്കേണ്ടെന്ന താല്പര്യമില്ല, അങ്ങനെ ചെയ്യേണ്ടതില്ല എന്നുള്ള ഒരു തോന്നൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് ഉണ്ടായതുകൊണ്ടാവും ഇറങ്ങിപ്പോയത്. അതുകൊണ്ടാണ് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരിൽ ആരാണ് ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചത് എന്നതിനെ കുറിച്ച് പേര് പറഞ്ഞില്ല എങ്കിൽ പോലും ഇപ്പോ ശ്രീ സുരേഷ് കുറുപ്പ് അടക്കമുള്ള ആൾക്കാർ പറയേണ്ടുന്ന സാഹചര്യം ഉണ്ടായത്. ഇതൊന്നും ഇന്നത്തെ നിർമ്മിതിയല്ല. അവിടെയാണ് ഇവിടെ ഈ വിമർശനങ്ങൾക്കപ്പുറം ഈ സമ്മേളനങ്ങളിലെ പ്രയോഗങ്ങൾ അധിക്ഷേപങ്ങളായി മാറിയത് VSനെ വല്ലാതെ വിഷമിപ്പിച്ചിരിക്കാം. വലിയ തോതിൽ അധിക്ഷേപങ്ങൾ നടന്നിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഒപ്പം ഈ കൂടെ നിന്ന് കാലുമാറിയവർക്ക് ഒക്കെ, ഈ വിമർശനം ഉന്നയിച്ചവർക്കൊക്കെ അവർക്ക് സംഘടനാ തലത്തിലായാലും ഭരണതലത്തിലായാലും ഒക്കെയുള്ള സ്ഥാനമാനങ്ങൾ കിട്ടിയതിനുമൊക്കെ പിന്നീട് കാലം സാക്ഷിയാണ്. അല്ല, ഞാൻ പറഞ്ഞത് ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറയുന്ന വാക്ക് 2012 സ്വരാജാണ് ഉപയോഗിക്കുന്നത്. അത് വളരെ ജൂനിയർ ആയിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഉപയോഗിച്ചത്. അതിലാർക്കും തർക്കമില്ലല്ലോ. അന്ന് അവ കേട്ടിരിക്കാനായിട്ടുള്ള കരുത്ത് അദ്ദേഹം കാണിക്കുകയും അത് സമ്മേളന നഗരിയിൽ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞതുപോലെ അദ്ദേഹം വളരെ കൃത്യമായിട്ട് അതിന് മറുപടി കൊടുക്കുകയും ചെയ്തു. അങ്ങനെ മറുപടി കൊടുത്ത ഒരാള് 2015 ആകുമ്പോൾ അതേ ആരോപണം കേട്ടതിന്റെ പേരിൽ സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകും എന്ന് നിങ്ങൾ പറഞ്ഞാൽ അത് വിശ്വസിക്കാനായിട്ട് സാമാന്യ ബുദ്ധിയുള്ള നാട്ടുകാരും ഉണ്ടാവില്ല. ശ്രീജിത്ത് പണിക്കർ വളരെ
എന്താണ് യുക്തിപരമായിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന ആളാണ്, ലോജിക്കലാണ്. പക്ഷെ ഇത് ഇല്ലോജിക്കലായി പണിക്കരെ. കാരണം എന്ന് വെച്ചാൽ 2012 അത് വളരെ ജൂനിയർ ആയ ഒരാൾ തന്നെയാണ് പറഞ്ഞത്. അത് കേട്ടുകൊണ്ടിരിക്കേണ്ടതുണ്ടോ എനിക്ക് എന്ന് അദ്ദേഹത്തിന് വേണമെങ്കിൽ തോന്നാം. പക്ഷെ അദ്ദേഹത്തിന് കൃത്യമായിട്ട് പാർട്ടിക്കകത്ത് നടക്കുന്ന ഗ്രൂപ്പ് യുദ്ധത്തെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് അറിയാം. ഗ്രൂപ്പ് യുദ്ധം വളരെ കാലമായിട്ട് നടന്നു. നിങ്ങൾ ഈ മാധ്യമപ്രവർത്തകരും മറ്റൊക്കെ അതൊക്കെ മറന്നു കളയുന്ന സമയത്ത് രവീന്ദ്രനാഥിനെ വെട്ടി വീഴ്ത്തിയപ്പോൾ അത് ശരിയാണ് എന്ന് അന്നൊക്കെ പല ആൾക്കാരും മറന്നിട്ടുണ്ടായിരിക്കാം. അത് ആർക്കെങ്കിലും ഇപ്പോൾ ന്യായീകരിക്കാനായിട്ട് പറ്റുമോ? പിരപ്പം കൊഴിന് ന്യായീകരിക്കാൻ പറ്റില്ല. അദ്ദേഹം പറഞ്ഞ അദ്ദേഹം കുറെ ആളുകൾ കൂടിയാണ് അതെല്ലാം ചെയ്തതെന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ വെട്ടുകാരനെന്ന് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വാക്കുകളാണ്, ഞങ്ങളെ കൂടിയാണ് വെട്ടിയെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ പാർട്ടിക്കകത്ത് നടക്കുന്ന അല്ലെങ്കിൽ നടന്നു പോകുന്ന വലിയ യുദ്ധം, അത് ആദ്യം എന്ന് പറഞ്ഞാൽ CITU-ആയിട്ട് VS നടത്തിയ യുദ്ധമാണ് എങ്കിൽ, രണ്ടാമത് പിണറായി വിജയനും VS തമ്മിൽ നടക്കുന്ന യുദ്ധത്തിന്റെ ഒരു പരിസമാപ്തിയിലാണ് നമ്മൾ അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി പോകുന്ന കാഴ്ച നമ്മൾ കാണുന്നത്. ഞാൻ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, VS-ന്റെ പാർട്ടി ജീവിതത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കൽ പോലും അദ്ദേഹം കെട്ടിപ്പടുത്തായിട്ടുള്ള പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അദ്ദേഹത്തെ കുറ്റക്കാരനായിട്ട് വിചാരണ ചെയ്യുന്നതായിട്ടുള്ള ഒരു റിപ്പോർട്ട് പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ചതാണ് അദ്ദേഹത്തെ വേദനിപ്പിച്ചത്. നിങ്ങൾക്ക് പാർട്ടിയെ മനസ്സിലാക്കാത്തതിന്റെ പേരിലാണ് ഇത്തരത്തിലുള്ള വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ട്. ആ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ആത്മാവും അദ്ദേഹത്തിന്റെ ജീവിതവും എന്ന് പറയുന്നത് പാർട്ടിയാണ്. ആ പാർട്ടി സെക്രട്ടറി എന്ന് പറയുമ്പോഴാണ് അയാൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നത്, പ്രശ്നമുണ്ടാവുന്നത്. അങ്ങനെയാണ് അദ്ദേഹം ആ പോരാട്ടത്തിന്റെ മുന്നണിയിൽ നിന്നത് എന്നത് തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. വെറുതെ വൈകുന്നേരം വന്നിരുന്ന് ചർച്ചയ്ക്കിരുന്നിട്ട് തോന്നിയ പോലെ കാര്യങ്ങൾ സംസാരിക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല. ഞങ്ങളൊക്കെ അതിന്റെ ഭാഗമായിട്ട് നിന്നവരാണ്, മനസ്സിലാക്കിയവരാണ്, പുറത്താക്കപ്പെട്ട ആളുകളാണ്. ഞങ്ങൾക്കറിയാവുന്ന ഒരു വികാരം തീർച്ചയായിട്ടും ഈ സമയത്ത് ജനങ്ങൾ അറിയേണ്ടത് ആവശ്യമാണ് എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ആരും നല്ലവരല്ല. ഇവരെല്ലാവരും അധികാരത്തിന് വേണ്ടി പരസ്പരം വെട്ടിക്കൊന്ന് തകർത്ത് തരിപ്പണമാക്കി ഈ പാർട്ടിയെ പോലും നശിപ്പിച്ച ആളുകളാണ്. നിങ്ങൾക്ക് ഒരാളെ പോലും ന്യായീകരിക്കാനായിട്ട് കഴിയില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. അതല്ലാണ്ട് ആർക്കെങ്കിലും വേണ്ടി മാത്രം ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അങ്ങനെയും സംസാരിക്കാം. അത് കേൾക്കാനും ആളുകൾക്ക് ഇഷ്ടമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീത്ത് അല്ല, നോക്കൂ, അദ്ദേഹം പറയുന്നത് 2012 അദ്ദേഹം പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് 2015 ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് വീണ്ടും കേട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അത് അസ്വസ്ഥപ്പെടുത്തേണ്ടതില്ല എന്നാണ്. അങ്ങനെ ആവണമെന്നില്ല. ഒന്നാമത്തെ തവണ ഒരു ആരോപണം കേൾക്കുകയും അതിന് മറുപടി പറയുകയും ചെയ്തതിന് ശേഷം താരതമ്യേന ജൂനിയർ ആയിട്ടുള്ള ഒരാളാണ്. ആ ആളിന് അതിശക്തമായിട്ട് ഒരു ഓപ്പൺ സ്റ്റേജിൽ അദ്ദേഹം മറുപടി നൽകുന്നു. അതിനുശേഷം 3 വർഷം കഴിയുമ്പോഴും അതിന് യാതൊരു വിധത്തിലുള്ള ഇഫക്റ്റും ഇല്ലാതെ വീണ്ടും താരതമ്യേന ജൂനിയർ ആയിട്ടുള്ള ഒരാൾ ഇതേ ആരോപണം തന്നെ വീണ്ടും കൊണ്ടുവന്നു കഴിഞ്ഞാൽ അപ്പോഴും അദ്ദേഹം മറുപടി പറയാനായിട്ട് അവിടെ ഇരിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അന്തിച്ചർച്ചയ്ക്ക് എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറയുന്ന ഒരാളിന്റെ മാനസികാവസ്ഥയാവണമെന്നില്ല ശ്രീ VS അച്യുതാനന്ദന്. കാരണം അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സ്റ്റാച്ചർ വ്യത്യാസമുണ്ട്. അദ്ദേഹത്തിനെ സ്വയം അടയാളപ്പെടുത്തുന്നതും അദ്ദേഹം സ്വയം മാർക്കിടുന്നതും ഒരുപക്ഷെ കൂടുതലായിരിക്കാം. അപ്പൊ അങ്ങനെയാണ് എങ്കിൽ ഓരോ തവണയും ഇത് ഓരോരുത്തരും പറയുന്ന സമയത്ത് അദ്ദേഹം ഒരു തരത്തിലും അസ്വസ്ഥനാകാതെ ശരി 3 കൊല്ലം മുമ്പ് ഞാൻ പറഞ്ഞിരുന്ന മറുപടി ഞാൻ വീണ്ടും ആവർത്തിക്കാം എന്ന മനോനിലയാണ് അദ്ദേഹത്തിന് ഉണ്ടാകുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ മാത്രം ഊഹമാണ്. അത്രത്തോളം സീനിയർ ആയിട്ടുള്ള ഒരു വ്യക്തി ആ രീതിയിൽ ചിന്തിക്കണമെന്നില്ല. മേ ബി ആ ഒരു സമയത്ത് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാകും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ ഇതിനുള്ള മറുപടി 3 വർഷം മുമ്പ് പറഞ്ഞതാണ്, ആ മറുപടി നിങ്ങളിൽ യാതൊരു വിധത്തിലുള്ള ഇഫക്റ്റും ഉണ്ടാക്കിയിരുന്നില്ല. അന്നുണ്ടായിരുന്ന ക്യാമ്പ് ഇന്ന് കൂടുതൽ ശക്തി പ്രാപിക്കുന്നു. ഇന്ന് പുതിയ ആൾക്കാരെ അതേ ആരോപണം എന്റെ നേരെ പറയുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവരുന്നു. ഇനി ഞാൻ എന്തിനാണ് പറയുന്നത് എന്ന് അദ്ദേഹത്തിന് ചിന്തിച്ചുകൂടെ? അത് യുക്തിയല്ലേ? അപ്പൊ എല്ലാ കാര്യങ്ങളിലും പറയുന്നത് പോലുള്ള ഒരു യുക്തി ഇതിലില്ലേ? അതോ VS എല്ലാ കാലവും 2016 പിന്നീട് 2019 എല്ലാം വന്നിരുന്നിട്ട് ഇതേ കാര്യം തന്നെ വീണ്ടും പറയണം എന്ന് നമ്മൾ കരുതുന്നോ? അദ്ദേഹത്തിന് അറിയാം ഏത് സമയത്ത് പറയണം, ഏത് സമയത്ത് പറയണ്ട എന്ന് അദ്ദേഹത്തിന് അറിയാം. പറഞ്ഞുകൊണ്ടിരിക്കണം എന്നറിയാം. പറഞ്ഞതിന്റെ മറുപടി അല്ല, ഞാൻ പറഞ്ഞത് എന്തിനാണ് ഇതിനെ ഇങ്ങനെ കൊണ്ടുപോകുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എല്ലാവരും അവരവരുടെ പങ്ക് വഹിച്ചിട്ടുള്ളവരാണ്. അത് ഈ പറഞ്ഞ പോലെ എൻ്റെ പങ്കാണ് വലുത് എന്നൊക്കെ നമ്മളെന്തിനാണ് പറയുന്നത്? എനിക്കത് മനസ്സിലാവുന്നില്ല. ഞാൻ അതിനകത്ത് ശ്രീ പണിക്കർ പറഞ്ഞതിനോട് യോജിക്കാനാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ പിണറായി വിജയൻ VS അച്യുതാനന്ദന് എതിരായിട്ടുള്ള കുറ്റപത്രമായിരുന്നു എന്ന് പിയേഴ്സൺ പറഞ്ഞു. പിണറായി വിജയൻ VS അച്യുതാനന്ദനെ കുറിച്ചിട്ട് ആ കാലഘട്ടത്തിലൊക്കെ എന്തൊക്കെയാണ് പുറത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്? പാർട്ടിയെ ഇങ്ങോട്ട് വരട്ടാനെന്നും ഇപ്പോൾ കേട്ടിട്ടാവുന്നു. പാർട്ടി ഇങ്ങോട്ട് വരട്ടാനെന്നും വരണ്ട, പാർട്ടിയിൽ ആരോ കാലിലെന്തോ കുത്തുകൊണ്ടു, അവിടെ കണ്ട് കുത്തുകൊണ്ടു എന്ന് പറയുന്നു, അതിനേക്കാളും വലുത് രക്തസാക്ഷികളാണ് എന്നൊക്കെ പരസ്യമായി പറഞ്ഞ ആളല്ലേ VS അച്യുതാനന്ദൻ, അല്ല പിണറായി വിജയൻ. അപ്പോൾ പിണറായി വിജയൻ പാർട്ടി സമ്മേളനത്തിൽ പറഞ്ഞതാണ് ഏറ്റവും വലിയ കുറ്റപത്രമെന്നും ആ കുറ്റപത്രം കേട്ടിട്ട് VS അച്യുതാനന്ദൻ ഇറങ്ങിപ്പോയി എന്നൊക്കെ പറഞ്ഞത് അതെനിക്കറിയില്ല. എനിക്ക് പൊതുജനങ്ങളെ കേൾക്കുമ്പോൾ എത്രത്തോളം അവർക്കത് വിശ്വാസയോഗ്യമാകും എന്നെനിക്കറിയില്ല. പിന്നെ നമ്മൾ പറയുമ്പോൾ
നമ്മളുടേതായിട്ടുള്ളൊരു അഭിപ്രായമായിട്ട് പറഞ്ഞു വെക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഞങ്ങളതിനകത്ത് ഉണ്ടായിരുന്നവരായതുകൊണ്ട് ഞങ്ങൾക്കാണ് ഇതൊക്കെ അറിയാവുന്നതെന്നും അതിലെതിരായിട്ട് എന്തെങ്കിലും പറയുന്നവർക്ക് അവർ അന്തിച്ചർത്തേ വരുന്നവരാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അപഹസിക്കുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പിന്നെ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞതിനോടാണ് എൻ്റെ യോജിപ്പ്. അത് വളരെ ലോജിക്കലാണ്. എന്താണ് 2012 അത് പറഞ്ഞപ്പോൾ അതിനെ പരസ്യമായി എതിർത്തു, പൊതുമണ്ഡലത്തിൽ വന്ന് എതിർത്തു, പൊതുസമ്മേളനത്തിൽ സംസാരിച്ചു. അതിനുശേഷം 2015 ഒരുപക്ഷെ അതിനേക്കാൾ പ്രായം കുറഞ്ഞ ഇപ്പം ശ്രീ പിയേഴ്സൺ പറയുന്നത് 2012 ഇതേ സമാനമായ വിഷയം ഉണ്ടായപ്പോൾ അദ്ദേഹം ആ സമ്മേളനത്തിൽ മൊത്തം ഇരുന്ന് കേട്ടു, പുറത്ത് സംസാരിച്ചു. 2015 ഇത് ആവർത്തിക്കുമ്പോൾ എന്ത് മറ്റൊരു വികാരമാണ് അദ്ദേഹത്തെ ഭരിച്ചത് എന്നുള്ളതാണ്. അതിൽ കൂടുതൽ എന്തെങ്കിലും സമ്മേളനത്തിൽ സംഭവിച്ചതിൻ്റെ ഭാഗമായി ഇറങ്ങിപ്പോയതായിരിക്കാം. ഈ പ്രയോഗം, ഈ വനിതയുടെ പ്രയോഗം മാത്രമായിരിക്കില്ല എന്നുള്ളതാണ്. അല്ല, അതിൽ ഒരുപക്ഷെ പിയേഴ്സൺ പറഞ്ഞതിനൊന്നും പരിപൂർണമായി ഞാൻ തള്ളിക്കറയുന്നില്ല. അതൊരു കുറ്റപത്രമായിരുന്നു എന്നുള്ളതൊക്കെ ശരി തന്നെ. പക്ഷേ എൻ്റെ ഒരു ബേസിക് ലോജിക്ക് എന്ന് പറയുന്നത് 2012 ഒരാൾ പറഞ്ഞു, ആ പറഞ്ഞതിനെതിരെ പൊതുമണ്ഡലത്തിൽ അദ്ദേഹം നിഷേധിച്ചു. അതുതന്നെ ഇപ്പം ഇവർ തന്നെ പറയുന്നുണ്ട് ഇവരുടെ ആദ്യത്തെ സംസ്ഥാന സമ്മേളനമായിരുന്നു. അപ്പോൾ ആദ്യത്തെ സംസ്ഥാന സമ്മേളനത്തിൽ വന്ന് പങ്കെടുക്കുന്ന VS അച്യുതാനന്ദൻ്റെ മകളുടെ പ്രായമുള്ളൊരു പെൺകുട്ടി വീണ്ടും വന്നിത് പറയുമ്പോൾ അത് സ്വാഭാവികമായും VS അച്യുതാനന്ദൻ്റെ മനസ്സിനെ കൂടുതൽ മഥിച്ചിരിക്കാനാണ് സാധ്യത എന്നാണ് പൊതുവിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. ശ്രീ ജയരാജ, ഇവിടെ ഈ ആരോപണങ്ങൾ അല്ലെങ്കിൽ ഇത്തരം വെളിപ്പെടുത്തലുകൾ നടത്തിയത് CPM-മായി നിന്നിരുന്ന ഇപ്പോഴും ചേർന്ന് നിൽക്കുന്ന പ്രധാനപ്പെട്ട ആളുകളാണ്. അതുമായി ബന്ധപ്പെട്ട ഈ പാർട്ടിയുടെ വിശദീകരണമൊക്കെയാണ് നമ്മളെ വല്ലാതെ ചിരിപ്പിക്കുന്നത്. ഒന്ന് മാധ്യമ സൃഷ്ടിയാണ്, മറ്റൊന്ന് പുസ്തകം വിറ്റുപോകാനുള്ള ചില കളികളുടെ ഭാഗമായാണ് എന്നൊക്കെ വളരെ ലോജിക്കലായ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന വിശദീകരണം നൽകുന്നതിന് പകരം ഇത്തരം മറ്റാളുകളുടെ തലയിലേക്ക് ഇത് കെട്ടിവെക്കുക എന്നുള്ളതാണ് വലിയ തോതിൽ പ്രശ്നമുണ്ടാക്കുന്നത്. ഇതിനകത്തുള്ളൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞത് കണക്കല്ല, ഈ സമ്മേളനത്തിന്റെ മിനിറ്റ്സ് എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടും അതിന്റെ വിവരങ്ങൾ അറിയാൻ പറ്റും. പക്ഷേ പാർട്ടി സമ്മേളനത്തിന്റെ മിനിറ്റ്സ് പൊതുസ്ഥലത്ത് പൊതുമണ്ഡലത്തിൽ ചർച്ചയാക്കുന്ന ഒരു പതിവ് CPM-ന് എന്തായാലും ഇല്ല. അതുകൊണ്ട് ആ ഒരു സാധനം നടക്കുന്ന കേസല്ല. പിന്നെ അതിനകത്ത് നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് പങ്കെടുത്ത പ്രതിനിധികൾ പറയുന്നത് ഇതിനകത്ത് ആരെയും നമുക്ക് വൗച്ച് ചെയ്യാൻ പറ്റത്തില്ല. സുരേഷ് കുറുപ്പിനെ വൗച്ച് ചെയ്യാൻ പറ്റത്തില്ല, അതുപോലെ പിരപ്പൻകോട് മുരളിയെ വൗച്ച് ചെയ്യാൻ പറ്റത്തില്ല, ശിവൻകുട്ടിയെ വൗച്ച് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ നമ്മൾ ആര് പറഞ്ഞതാണ് സത്യമെന്ന് നമ്മൾക്ക് എങ്ങനെ അറിയാൻ പറ്റും ഈ ഒരു വിഷയത്തിനകത്ത്? അഥവാ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ അതുപോലും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഒന്ന്, ശ്രീ NM പിയേഴ്സൺ പറഞ്ഞത് കണക്കല്ലേ പാർട്ടിയിൽ നിന്ന് പൂർണ്ണമായിട്ടും ഉള്ള ഒരു നേതൃമാറ്റം നടക്കുന്ന ഘട്ടത്തിലാണ് ഈ 2018 സമ്മേളനം നടക്കുന്നത്. ആ ഒരു ശരിക്കും ഒരു നേതൃമാറ്റത്തിന്റെ ഘട്ടം എത്തി. ആ സമ്മേളനത്തിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞതുപോലെ വിമർശനങ്ങൾ ഉണ്ടായിരുന്നിരിക്കണം. ആ വിമർശനങ്ങൾ ഉണ്ടായിരിക്കുന്ന ഘട്ടത്തിൽ ഒരുപക്ഷെ അതിന്റെ കൂടെ ഈ ടോപ്പപ്പ് ചെയ്യുന്നെന്ന് പറയുന്നുണ്ടെങ്കിൽ ആ ഒരു ഫീലും കൂടെ ആഡ് ചെയ്തിട്ടായിരിക്കണം. അല്ലാതെ ഒരു സെന്റൻസിന്റെ പേരിൽ ഇത്രയധികം പരിണിതപ്രജ്ഞനായ ഇത്രയധികം സമരോജ്വല പോരാട്ടങ്ങളിലൂടെ കടന്നു വന്ന VS-നെ പോലെ ഒരു നേതാവ് ഒരു പരാമർശത്തിന്റെ പേരിൽ പാർട്ടി സമ്മേളനം അഥവാ ഒരു പരാമർശം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു പരാമർശത്തിന്റെ പേരിൽ പാർട്ടി കാര്യം പാർട്ടി എന്ന് പറയുന്നത് VS-ന് ശരീരവും ഹൃദയവും ആത്മാവും എല്ലാം പാർട്ടിയാണ്. പാർട്ടിയെ ധിക്കരിച്ച് VS ഒരിക്കൽ പോലും ഇറങ്ങിയൊന്നും പോയിട്ടില്ല, അല്ലെങ്കിൽ പാർട്ടിക്ക് എതിരായിട്ട് അനഭിമതനായിട്ട് ഒരിക്കൽ പോലും നിന്നിട്ടില്ല, അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ടാക്കിയിട്ടില്ല. പാർട്ടിക്ക് ഉള്ളിൽ നിന്ന് ഇപ്പൊ നമുക്ക് KR ഗൗരിയമ്മയുടെ സ്ഥിതി എടുത്തു കഴിഞ്ഞാൽ അറിയാം, പാർട്ടിയിൽ നിന്ന് പുറത്തുപോയി വേറൊരു പാർട്ടി ഉണ്ടാക്കിയ ആളാണ്. MER-ന്റെ കഥ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, MER വേറൊരു പാർട്ടി ഉണ്ടാക്കിയ ആളാണ്. അതൊന്നും ഇല്ലാതെ ഇതിനകത്ത് നിന്ന് ഫൈറ്റ് ചെയ്തതിലാണ് VS എന്ന് പറഞ്ഞ വ്യക്തിത്വത്തിനെ നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടുന്നത്. അങ്ങനെയുള്ള പോരാട്ട വീര്യമുള്ള ഒരു സഖാവ് ഇത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അതിനി എത്ര പ്രായം കുറഞ്ഞ ആള് പറഞ്ഞാലും അഥവാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അങ്ങനെ ഒന്ന് ഇറങ്ങിപ്പോകുന്ന അങ്ങനെ കാര്യം എന്ന് വെച്ചാൽ അനുഭവത്തിന്റെ തീച്ചൂളയിൽ നിന്ന് വളർന്നു നിന്നൊരു നേതാവാണ്. വളരെ കുട്ടിക്കാലത്ത് തന്നെ അമ്മയും അച്ഛനും നഷ്ടപ്പെടുകയും തൊഴിലാളി വർഗത്തിന്റെ മുന്നണി പോരാളിയായിട്ട് വരികയും പിന്നീട് നടന്നിട്ടുള്ള സമര പോരാട്ടങ്ങളിലെല്ലാം പങ്കാളിയാവുകയും പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുകയും ചെയ്ത P. കൃഷ്ണപിള്ള നിയോഗിച്ച VS അച്യുതാനന്ദൻ ഇപ്പം ഈ മരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മീഡിയയിലൊക്കെ വരുന്ന വാർത്തകൾ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഞാൻ അതൊന്നും റിപ്പീറ്റ് ചെയ്യുന്നില്ല. അങ്ങനെയുള്ളൊരു നേതാവിന് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഇത് തീയിൽ കുരുത്തൊരാളെ എങ്ങനെയാണ് വെയിലേറ്റ് വാടുന്നത്? തീയിൽ മുളച്ച ഒരു വൃക്ഷമാണ്, അല്ലെങ്കിൽ ചോര വീണ മണ്ണിൽ നിന്ന് ഉയർന്നു വന്ന പൂമരെന്ന് അനിൽ പരച്ചുരാൻ എഴുതിയത് കണക്കോല അങ്ങനെയുള്ള ഒരു വ്യക്തിത്വമാണ് VS അച്യുതാനന്ദൻ എന്ന് പറയുന്നത്.
വി എസ് അച്യുതാനന്ദനെ പാർട്ടിയായിട്ടോ അല്ലെങ്കിൽ പാർട്ടിയും വി എസ് അച്യുതാനന്ദനെയും തമ്മിൽ വേറിട്ട് കാണാൻ നമുക്ക് കഴിയില്ല. അതില് ഈ തീയിൽ നിന്ന് ഉയർന്നു വന്ന പൂമരം എന്തുകൊണ്ടാണ് 2012 പൊതുയോഗത്തിൽ വെച്ചിട്ട് ക്യാപിറ്റൽ പണിഷ്മെന്റ് എതിർത്ത് പറഞ്ഞത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ നേരത്തെ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞതുപോലെ 2012 ഇത് പറഞ്ഞതിനെ കുറിച്ചിട്ട് പത്രവാർത്തകൾ വന്നു. അതിനെതിരായിട്ട് നിയമ നടപടികൾക്ക് പോയിട്ടില്ല. ഇപ്പോൾ തന്നെ ഏറ്റവും ബഹുമാനിക്കപ്പെടുന്ന രണ്ടുപേരാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് പിരപ്പംകൂടി മുരളി പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ലോജിക്ക് മുരളി പറഞ്ഞിട്ടുണ്ട്. സുരേഷ് കുറുപ്പ് ഇപ്പോഴും പാർട്ടിക്ക് അകത്തുള്ള ആളാണ്, പാർട്ടിയിൽ സജീവമല്ലെന്നേ ഉള്ളൂ, പാർട്ടിക്ക് അകത്തുള്ള ആളാണ്, അയാളാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവർ പറയുന്നതൊന്നും വൗച്ച് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുരേഷ് കുറുപ്പ് പറയുന്നതും പിരപ്പംകൂടി മുരളി പറയുന്നതും വൗച്ച് ചെയ്യാൻ പാടില്ല. കടകംപള്ളി സുരേന്ദ്രനും ശിവൻകുട്ടിയും പറയുന്നത് വൗച്ച് ചെയ്യണം എന്നാണ് പാർട്ടിയുടെ പ്രതിനിധി അവിടെ നിന്ന് പറഞ്ഞത്. അത് കേൾക്കുന്ന ജനങ്ങൾ വിശ്വസിക്കട്ടെ, ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് അവർ തീരുമാനിക്കട്ടെ എന്ന് മാത്രമേ ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളൂ. ശരി, ഏതായാലും നമ്മൾ ചർച്ച അവസാനിപ്പിക്കുകയാണ്. നന്ദി പ്രധാനപ്പെട്ട അതിഥികൾ, ചർച്ചയിൽ പങ്കെടുത്തവർക്ക്. പൊതുജനങ്ങളോട് ചോദിച്ച ചോദ്യം, മരണശേഷം അപദാനങ്ങൾ പാടുന്നവർ VSനെ അപമാനിച്ചവരോ എന്നാണ്. അതെ എന്ന് 85% ആളുകൾ അഭിപ്രായപ്പെട്ടു. അല്ല എന്ന് അഭിപ്രായപ്പെട്ടത് 10% ആളുകൾ മാത്രമാണ്. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.